ഓക്കെ രജനി, സജിത. ഞാൻ വിചാരിച്ചു ഉച്ചയായോണ്ട് കുറച്ച് ഡിലേ എല്ലാവരും ആയി എന്ന് വിചാരിച്ചു. അപ്പൊ ഓൾമോസ്റ്റ് എല്ലാവരും ഓക്കെ ആണല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ആകില്ല, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ ഇന്ന് നമുക്ക് ഇംഗ്ലീഷിന്റെ ക്ലാസ് ആണ്. ഓക്കെ. നമ്മൾ ഒരു പ്രീവിയസ് 2 ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ നമ്മൾ എടുത്തിട്ട് അനലൈസ് ചെയ്യണം. അതിന്റെ കണക്റ്റഡ് ഫാക്ട്സ് നമുക്ക് പറയാം. നിങ്ങൾക്ക് എക്സാം അല്ലേ സൺഡേ? ഓക്കെ. മാക്സിമം പോയിന്റ്സ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഞാൻ വന്നുള്ളത്. അപ്പൊ നമ്മൾ ബേസ് ആയിട്ട് നമ്മൾക്കറിയാലോ, ഇംഗ്ലീഷിൽ നമ്മൾ ആരും PhD ഒന്നും എടുക്കുന്നില്ല അല്ലേ? നമുക്ക് എക്സാമിന് എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോയിന്റ് ഔട്ട് ചെയ്യാൻ മാത്രം നമ്മൾ എന്ത് ചെയ്യാം? ചെക്ക് ചെയ്യാം. ഓക്കെ. നമുക്ക് എക്സാമിന് നെഗറ്റീവ് അടിക്കാഞ്ഞിട്ട് സോറി, എങ്ങനെ ആൻസറിലോട്ട് എത്താം ആ ഒരു വഴിയല്ലേ നമുക്ക് കാണും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? കുറച്ച് കീവേഡ്സ് ഒക്കെ ആയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിലോട്ട് എത്താൻ പറ്റും. ഓക്കെ. അപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ. നിങ്ങൾക്ക് സ്ക്രീൻ ഓക്കെ അല്ലേ? സ്ക്രീൻ ഓക്കെ അല്ലേ? ഒന്ന് പറഞ്ഞേടാ, സ്ക്രീൻ ഓക്കെ അല്ലേ? എടാ, ആരെങ്കിലും സ്ക്രീൻ ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ, താങ്ക് യു താങ്ക് യു. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ? ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോടാ? എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ഷീ ഈസ് ഇൻട്രസ്റ്റഡ് ഡാഷ് പ്ലേയിങ് ടെന്നീസ്. എന്താ പറഞ്ഞേക്കുന്നത്? നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ എന്തിലാണ് വന്നേക്കുന്നത്? പ്രിപ്പോസിഷൻ. ഓക്കെ. ചൂസ് ദി കറക്റ്റ് പ്രിപ്പോസിഷൻ ഫോർ ദ ഫോളോവിങ് അല്ലെ? നമ്മൾ ഈ 2 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രിപ്പോസിഷനിൽ നിന്നാണ്. കറക്റ്റ് പ്രിപ്പോസിഷൻ എന്ത് ചെയ്യാനാണ്? ചൂസ് ചെയ്യാനാണ്. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഷീ ഈസ് ഇൻട്രസ്റ്റഡ് ഡാഷ് പ്ലേയിങ് ടെന്നീസ്. എന്താണ്? നമുക്ക് മീനിങ് തന്നെ നോക്കാം. എന്താണ്? ഷീ ഈസ് ഇൻട്രസ്റ്റഡ്, അവൾ എന്താണ്? ഇൻട്രസ്റ്റഡ് ആണ്. എന്തിൽ? പ്ലേയിങ് ടെന്നീസ്, ടെന്നീസ് കളിക്കുന്നതിൽ അവള് ഇൻട്രസ്റ്റഡ് ആണ്. ഓക്കെ. അപ്പൊ ഈ പ്രിപ്പോസിഷന്റെ തന്നെ മീനിങ് എന്താണ്? മലയാളത്തിൽ ആക്ച്വലി പ്രിപ്പോസിഷൻ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? അല്ലെ, ഒരു സെന്റൻസിന്റെ ഗതി. ഓക്കെ, ഗതി എന്നാണ് പറയുന്നത്. മലയാളത്തിൽ പറയുമ്പോൾ നമ്മൾ സെന്റൻസിന്റെ ഗതി എന്നാണ് പറയുന്നത്. ആക്ച്വലി നമുക്കത് വേണ്ട, പക്ഷെ അതെന്താണെന്ന് അറിയാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ എന്താ പറയാന്നറിയോ? ഗതി. ഒരു ഒരു സെന്റൻസിന്റെ ഗതി. അപ്പൊ നമുക്കറിയാം, ഒരു സെന്റൻസ് എന്ന് പറയുമ്പോൾ ഇത്രയും മീനിങ് ഫുൾ ആവുന്നത് എപ്പോഴാണ്? കറക്റ്റ് ആയിട്ടുള്ള പ്രിപ്പോസിഷൻസും ടെൻസും അതുപോലെ തന്നെ കൺജക്ഷൻസും കോൺകോഡും എല്ലാം കൂടി ചേർന്നിട്ടാണ് എന്ത് ഒരു സെന്റൻസ് മീനിങ് ഫുൾ ആവുന്നത് അല്ലെ? അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ പ്രിപ്പോസിഷൻ സിമ്പിൾ ആണെന്ന് നമുക്ക് തോന്നും, പക്ഷെ നമ്മൾ എപ്പോഴും എങ്ങനെയാണ് പ്രിപ്പോസിഷൻസ് സെലക്ട് ചെയ്യുക? ഓപ്ഷൻസിൽ നമ്മൾക്ക് വായിക്കാൻ സിമ്പിൾ ആയിട്ട് തോന്നുക, അല്ലെങ്കിൽ നമുക്ക് വായിക്കുമ്പോൾ ഒരു സുഖമുള്ളതായിട്ട് തോന്നുന്ന ഏതെങ്കിലും ഒരു പ്രിപ്പോസിഷൻ എടുത്ത് ആഡ് ചെയ്യും. അങ്ങനെയല്ലേ സാധാരണ നമ്മൾ ചെയ്യാറ്? പക്ഷെ അങ്ങനെ ചെയ്യരുത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ സെന്റൻസിൽ ഒരു കീവേഡ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ഒരു ഹിന്റ് ഉണ്ടായിരിക്കും. ഓക്കെ. അല്ലെങ്കിൽ കുറച്ച് റൂൾസ് ഉണ്ടായിരിക്കും. അതൊക്കെ കൂടെ ഫോളോ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? പ്രിപ്പോസിഷൻ ആഡ് ചെയ്യാനായിട്ട്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഷീസ് ഇൻട്രസ്റ്റഡ് ഡാഷ് പ്ലേയിങ് ടെന്നീസ്. അവള് ഇൻട്രസ്റ്റഡ് ആണ് ടെന്നീസ് പ്ലേ ചെയ്യാനായിട്ട്. ഓക്കെ. അപ്പൊ ഇവിടുത്തെ കീവേഡ് എന്ന് പറയുന്നത് ഏതാന്ന് നിങ്ങൾക്ക് അറിയൂടാ? ഇൻട്രസ്റ്റഡ്. ഓക്കെ. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ കീവേഡ് എന്ന് പറയുന്നത്. ഓക്കെ. ഇൻട്രസ്റ്റ് പേരിൽ തന്നെ ഉണ്ട് അല്ലെ? ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് ഇതിൽ തന്നെ എന്തുണ്ട്? ഇന്നുണ്ട്. അപ്പൊ നമുക്കൊരു കീവേഡ് കിട്ടി. എന്താണ്? ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന കീവേഡും അതേപോലെ തന്നെ ബിലീഫ്. എന്താടാ? ബിലീഫ്. വിശ്വാസങ്ങളില്ലേ? വിശ്വാസം. ഓക്കെ. നമ്മുടെ ബിലീഫുകൾ, ബിലീഫിന്റെ മുന്നിലും എന്താണ് ചേർക്കുന്നത്? നമ്മൾ ഏത് പ്രിപ്പോസിഷനാണ് ചേർക്കുന്നത്? ഇന്നാണ് ചേർക്കുക കേട്ടോ. അപ്പൊ ബിലീഫ്, ഇൻട്രസ്റ്റ് എന്നിവയുടെ ഒക്കെ ശേഷം നമ്മൾ എന്താ ചേർക്കുന്നത്? ഇന്നാണ് ചേർക്കുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ് വരിക? ഇന്നാണ് വരുന്നത് കേട്ടോ. ഇന്ന്. ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പൊ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന കീവേഡ്, അതുപോലെ തന്നെ ബിലീഫ് എന്ന് പറയുന്നത് നമ്മുടെ ബിലീഫ്സുകളില്ലേ? ബിലീഫുകൾ. അതിന്റെ ഒക്കെ ശേഷം നമ്മൾ ഏത് പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നത് അറിയോ? നമ്മുടെ ഇൻ എന്ന് പറയുന്ന പ്രിപ്പോസിഷനാണ് നമ്മൾ യൂസ് ചെയ്യാറ്. ഓക്കെ. അപ്പം നമ്മൾ ഈ ഇൻ എന്ന് പറയുന്നത് വെറും ബിലീഫിന്റെ ഇൻട്രസ്റ്റിന്റെ കൂടെ മാത്രം യൂസ് ചെയ്താൽ മതിയോ? അങ്ങനെ മതിയോ? അല്ലാഞ്ഞിട്ട് കുറച്ച് കേസുകളുണ്ട്. മിസ് സ്പീഡിൽ പറയാം, കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വെറും ഇന്നിന്റെ ക്ലാസ് മാത്രമായിട്ട് മാറും. അപ്പൊ എന്ന് പറയുന്നത് എവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാന്നാണ് പറയുന്നത് കേട്ടോ. ഇന്ന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഏരിയകൾ പറയാം. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു, നമ്മൾ ഇൻട്രസ്റ്റിന്റെ കൂടെ ബിലീഫിന്റെ കൂടെ ഒക്കെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഇന്ന് ഉപയോഗിക്കാം. ഇപ്പൊ എന്ത് പറയാം? എനിക്ക് ടീച്ചിങ് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാനായിട്ട് ഇഷ്ടമാണ്. അപ്പൊ ഞാൻ പറയില്ലേ, ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ സ്റ്റഡിങ് യു. ഓക്കെ. ഇൻ ടീച്ചിങ് യു. ഓക്കെ. ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ ടീച്ചിങ് യു. ഞാൻ എന്താണ്? നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് ഇൻട്രസ്റ്റഡ് ആണ്. അപ്പൊ ഇൻട്രസ്റ്റിന് ശേഷം ഇന്ന് വരും. അതുപോലെ തന്നെ നമ്മുടെ ബിലീഫ് വരുമ്പോൾ, ബിലീഫിന്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് എന്താ പറയാ? നമ്മൾ ഡു യു ബിലീവ് നമ്മൾ ചോദിക്കാറില്ലേ? ഡു യു ബിലീവ് ഇൻ ഡെസ്റ്റിനി ചോദിക്കാറില്ലേ നിങ്ങള്? ഇല്ലേ? നമ്മൾ ചോദിക്കാറില്ലേ? ശരി. നിങ്ങൾ നിങ്ങളുടെ വിധിയിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാറില്ലേ? അപ്പൊ കണ്ടോ, ബിലീവ് അവിടെ എന്താ വന്നേക്കുന്നത്? ഇന്നാണ് വന്നേക്കുന്നത്. ഓക്കെ ആണോ? അപ്പൊ നമ്മുടെ ഇൻട്രസ്റ്റിന്റെ കൂടെ ബിലീവിന്റെ കൂടെ ഒക്കെ എന്താ വരിക? നമ്മുടെ ഈ പറയുന്ന ഇൻ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ആണ് വരിക. ഇനി ബാക്കിയുള്ള കേസുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് നമുക്ക് ജസ്റ്റ് നോക്കാം.
ഫസ്റ്റ് പറയുന്നതാണ്. ഇൻ എന്ന് പറയുമ്പോൾ തന്നെ ഇൽ എന്നുള്ള അർത്ഥം. അതായത് അതിൽ, ഇതിൽ. ഓക്കെ, അങ്ങനെ പറയാറില്ലേ? ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ കാറ്റ് ഈസ് ഇൻ ദ ബോക്സ്. നമ്മൾ പറയാറില്ലേ? ദ കാറ്റ് ഈസ് ഇൻ ദ ബോക്സ്. ഓക്കെ, എന്താ പറയുന്നത്? പൂച്ച എന്ന് പറയുന്നത് എന്തിനകത്താണ്? ബോക്സിലാണ്. ഇൽ, ബോക്സിൽ. ഓക്കെ, അങ്ങനെ പറയാറില്ലേ? യെസ്, അങ്ങനെ നമ്മൾ ഇൽ എന്ന് കാണിക്കാനും നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇൻ ഉപയോഗിക്കാറുണ്ട്. ദ കാറ്റ് ഈസ് ഇൻ ദ ബോക്സ്. അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാം? ദർ ഇസ് നത്തിങ് ഇൻ ദ ബാഗ്. ബാഗിനകത്ത് ഒന്നുമില്ല. അപ്പോ ബാഗിൽ ഒന്നുമില്ല. ഇല്ലെന്ന് കാണിക്കാനും നമ്മൾ എന്ത് ഉപയോഗിക്കും? ഇൻ ഉപയോഗിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു പൊസിഷൻ ഇത് കാണിക്കാനായിട്ട് നമ്മൾ ഇൻ യൂസ് ചെയ്യും. അതുപോലെ തന്നെ നമുക്കറിയാം എന്ത്? ലാർജ് പ്ലേസുകളുടെ മുന്നിൽ എന്താടാ? ലാർജ് പ്ലേസുകളുടെ ഒക്കെ മുന്നിൽ നമ്മൾ ഇൻ ഉപയോഗിക്കും. ലാർജ് പ്ലേസ്, അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന സ്റ്റേറ്റ്സ്, കൺട്രികള്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാം? നമ്മുടെ ഈ പറയുന്ന വലിയ വലിയ സിറ്റികള്, ഇവിടൊക്കെ മുന്നിൽ നമ്മൾ എന്താ ഉപയോഗിക്കുക? ഇന്ന ഉപയോഗിക്കുക അല്ലെ? ഇപ്പൊ പറയുകയാണെങ്കിൽ എന്താ പറയാ? ഹി ലീവ്സ് ഇൻ ഡൽഹി. ഓക്കെ, ഹി ലീവ്സ് ഇൻ ഡൽഹി. ഇന്ന് കണ്ടോ? ശരി, ഡൽഹി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ക്യാപിറ്റൽ സിറ്റി ആണ് അല്ലെ? അപ്പൊ വലിയ സിറ്റി ഒക്കെ പറയുമ്പോൾ നമ്മൾ ഇൻ ഉപയോഗിക്കും. ഈ സെയിം കേസ് തന്നെ നമ്മൾ അറ്റ് ഉപയോഗിക്കും കേട്ടോ. ഒരു എക്സെപ്ഷണൽ കേസ് ആണ് അറ്റ്. അറ്റ് കേട്ടിട്ടില്ല നിങ്ങൾ? അറ്റ് എന്ന് പറയുന്നത് ഉപയോഗിക്കും. എവിടെയാണ്? സ്മോൾ പ്ലേസസ് പറയുമ്പോൾ നമ്മൾ എന്താ ഉപയോഗിക്കുക? സ്മോൾ പ്ലേസ് പറയുമ്പോൾ നമ്മൾ അറ്റാണ് കേട്ടോ ഉപയോഗിക്കുക. ഇവിടെ വലിയ സ്ഥലം പറയുമ്പോൾ നമ്മൾ ഇൻ ഉപയോഗിക്കും. ചെറിയ സ്ഥലങ്ങൾ പറയുമ്പോൾ നമ്മൾ അറ്റ് ഉപയോഗിക്കും. ഒരു എക്സാമ്പിൾ ആയിട്ട് എന്താ പറയാ? മിസ് മിസ് എവിടുത്തെ കാര്യം അറിയാം നിങ്ങൾക്ക്? മലപ്പുറം കാര്യമാണ് കേട്ടോ. അപ്പൊ ഞാൻ എവിടുന്നാ പറയാ? ഐ എം ഫ്രം അല്ല. ഇപ്പൊ ഞാന് എവിടെയാണ്? ഇപ്പൊ ഞാന് എന്റെ വീട് ഇവിടെയാണ്. നമ്മളിപ്പോ എന്താ പറയാ? ഇപ്പൊ ഞാനിവിടെ ഷീ ഈസ് അറ്റ് പൊന്നാനി ഇൻ മലപ്പുറം. ഓക്കെയാണോ? എന്താണ് പറയുന്നത്? ഷീ ഈസ് അറ്റ് പൊന്നാനി. എന്റെ ചെറിയ സ്ഥലമാണ് അല്ലെ? നമ്മൾ ഈ പറഞ്ഞ മലപ്പുറത്തെ പൊന്നാനിയിലാണ് ഞാൻ. അപ്പൊ ഷീ ഈസ് അറ്റ് പൊന്നാനി ഇൻ മലപ്പുറം. എന്തുകൊണ്ടാ ഇന്നും മറ്റിന്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായോ നിങ്ങൾക്ക്? ഇൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ വലിയ സ്ഥലത്തായിട്ട് നമ്മൾ കാണിക്കുന്നു. അറ്റ് എന്ന് പറയുമ്പോൾ ആ സ്ഥലത്തിലുള്ള ചെറിയൊരു പ്ലേസിനെ ഡിനോമിനേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? അറ്റ് ഉപയോഗിക്കണം. ഓക്കെ ആണോ? അപ്പൊ അപ്പൊ വലിയ വലിയ സ്ഥലങ്ങളുടെ മുന്നിൽ നമ്മൾ ഇൻ ഉപയോഗിക്കണം. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നിന്റെ ഒരു ബിലീഫിന്റെ കൂടെ നമ്മൾ ഇൻ ഉപയോഗിക്കും. ഇൻട്രസ്റ്റിന്റെ കൂടെ നമ്മൾ ഇൻ ഉപയോഗിക്കും. അതുപോലെ തന്നെ ഇതിനുള്ളിൽ എന്ന് കാണിക്കാനായിട്ട് നമ്മൾ ഇൻ ഉപയോഗിക്കും. പിന്നെ ഒരു കേസാണ് നമ്മൾ പറയുന്നത് എന്ത്? വലിയ വലിയ ലാർജ് പ്ലേസസിന്റെ മുന്നിൽ നമ്മൾ ഇൻ ഉപയോഗിക്കും. ഓക്കെ ആണോ? ഓക്കെ ആണോ നിങ്ങള്? ഇന്നിന്റെ കേസ് ഓക്കെ ആണോടാ? ഇന്ന് ഓക്കെ ആണോ? ഓക്കെ രജനി. ഇന്ന് സിമ്പിൾ ആണല്ലേ? കാരണം നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. ഇന്നെന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള കേസാണ്. ശരി. അപ്പൊ ഇൻട്രസ്റ്റ്, ബിലീഫുകൾ മറക്കണ്ട കേട്ടോ. ഇൻട്രസ്റ്റിന്റെ കൂടെ, ബിലീഫിന്റെ കൂടെ. ഓക്കെ, അപ്പൊ കീവേഡ് നമുക്കത് കിട്ടി. അതുപോലെ തന്നെ ലാർജ് പ്ലേസസിന്റെ മുന്നില്, അതുപോലെ തന്നെ ഇതിനുള്ളിൽ എന്ന് കാണിക്കാനായിട്ട് നമ്മൾ ഇന്ന് ഉപയോഗിക്കും. അതുപോലെ നമ്മൾ എന്ത് പറഞ്ഞു? ഇന്നെന്ന് പറയുന്ന കേസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള ഇന്ത്യൻ ടെന്നിനെ കുറച്ചും കൂടെ കേസസ് നമുക്ക് നോക്കാം. ഇനി പറയും നമ്മുടെ ഹൗസ് അല്ലെങ്കിൽ റെസിഡൻസ് പറയാനായിട്ട്, നമ്മുടെ ഹൗസ് ഓർ റെസിഡൻസ് കാണിക്കാനായിട്ട്, അതായത് നമ്മൾ എവിടെ താമസിക്കുന്നു എന്ന് കാണിക്കാനായിട്ട്. ഇപ്പൊ എന്താ പറയുന്നത്? നമ്മള് ഐ ലിവ് ഇൻ എ ഫ്ലാറ്റ്. ഞാൻ എവിടെയാണ്? ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ഓക്കെ, ഒരു ഹൗസ് അല്ലെങ്കിൽ നമ്മുടെ റെസിഡൻസ് കാണിക്കാനായിട്ട് നമുക്ക് എന്ത് പറയാം? ഇൻ ഉപയോഗിക്കാം. ഐ ലിവ് ഇൻ എ ഫ്ലാറ്റ്. ഞാനൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ഇനി നമുക്ക് എന്ത് പറയാം? ഓക്കെ, ഇനി നമുക്കിപ്പോ നമ്മൾ ടൂറൊക്കെ പോയി അല്ലേ? വി സ്റ്റേഡ്. നമ്മൾ എവിടെ സ്റ്റേ ചെയ്തു? ഇൻ എ ഹോട്ടൽ. വി സ്റ്റേഡ് ഇൻ എ ഹോട്ടൽ. നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ എന്ത് പറയുന്നത്? എന്താണ്? റെസിഡൻസ് കാണിക്കാനാണ്. നമ്മൾ താമസിച്ചു എന്ന് കാണിക്കാനാണ് അല്ലെ? അപ്പൊ വി സ്റ്റേഡ് ഇൻ എ ഹോട്ടൽ. അപ്പൊ ഇന്ന് കണ്ടോ? ഓക്കെ, വി ലിവ് ഇൻ എ ഫ്ലാറ്റ്. ഇന്ന് കണ്ടോ? ഓക്കെ, അപ്പൊ നമ്മുടെ ഈ പറയുന്ന ഹൗസ് അല്ലെങ്കിൽ റെസിഡൻസ് കാണിക്കാനായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? ഇൻ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് കേസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻ ഫ്രണ്ട് ഓഫ് മന്ത് ഓർ ഇയർ. നമ്മുടെ മന്തിന്റെ മുന്നിൽ, അതുപോലെ തന്നെ ഇയറിന്റെ മുന്നിൽ. ഓക്കെ, മന്തിന്റെ മുന്നിൽ, അതുപോലെ തന്നെ ഇയറിന്റെ മുന്നിൽ. മന്ത് എന്ന് പറയുമ്പോൾ എന്താണ്? മാസത്തിന്റെ മുന്നിൽ അല്ലെ? ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് എന്ന് പറയാം നമുക്ക്? ഗാന്ധിജി വാസ് ബോൺ. ആ, എന്നാണ് ഗാന്ധിജി? ഇൻ 1869 അല്ലെ? നമ്മുടെ 1869 നമ്മൾ ഗാന്ധിജി എന്ത് ചെയ്തത്? ജനിച്ചത് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് പറയാം? ഗാന്ധിജി വാസ് ബോൺ ഇൻ. കണ്ടോ? ഇതെന്താണ്? എക്സാക്ട് ഇയർ ആണ് കൊടുത്തേക്കുന്നത് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇൻ ഉപയോഗിക്കാം. ഇനി അതേപോലെ തന്നെ നമുക്ക് മന്ത് പറയണം. മന്ത് പറയുമ്പോൾ നമുക്ക് പറയാം ഹി അറൈവ്ഡ് ഇൻ ഡിസംബർ. എന്താ പറയാ നമുക്ക്? അല്ലെ? അവൻ ഡിസംബറിൽ എത്തി.
ഓക്കെ, അവൻ ഡിസംബറിൽ നിന്ന് ഇപ്പൊ ദുബായിൽ നിന്നൊക്കെ എത്തി. അപ്പൊ എന്ത് പറയാം, ഹി അറൈവ്ഡ് ഇൻ ഡിസംബർ. കറക്റ്റ് ആയിട്ടുള്ള ഒരു മന്ത് പറഞ്ഞില്ലേ? ഇവിടെ ഗാന്ധിജി വാസ് ബോൺ ഇൻ 1869, 1869 നമ്മുടെ ഗാന്ധിജി ജനിച്ചു. അപ്പൊ അതിന്റെ മുന്നിൽ നമ്മൾ എന്ത് കൊടുത്തു? ഇന്ന് കൊടുത്തില്ലേ? അപ്പൊ എക്സാക്ട് ആയിട്ടുള്ള ഒരു ഇയറിന്റെ മുന്നിലും അതുപോലെ തന്നെ എക്സാക്ട് ആയിട്ടുള്ള ഒരു മന്തിന്റെ മുന്നിലും നമ്മൾ എന്ത് കൊടുക്കും? ഇന്ന് കൊടുക്കും. അപ്പൊ ഒരു കേസ് കിട്ടിയോ? മന്തിന്റെ മുന്നിലും ഇയറിന്റെ മുന്നിലും നമുക്ക് എന്ത് കൊടുക്കാം? ഇന്ന് യൂസ് ചെയ്യാം. പക്ഷെ അവിടെ ഒരു എക്സ്പ്രഷണൽ കേസ് ഉണ്ട്. എന്താണെന്നറിയോടാ? ഓൺ ഉപയോഗിക്കും. ഓൺ ഉപയോഗിക്കും. ഈ പറയുന്ന മന്തിന്റെ മുന്നിലും ഇയറിന്റെ മുന്നിലൊക്കെ നമ്മൾ ഓൺ ഉപയോഗിക്കും. എങ്ങനത്തെ കേസ് വരുമ്പോഴെന്നറിയോ? നമ്മളുടെ ഒരു സ്പെസിഫിക് ഡേ അല്ലെങ്കിൽ സ്പെസിഫിക് ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ്, ഒരു സ്പെസിഫിക് ഡേയോ അല്ലെങ്കിൽ സ്പെസിഫിക് ഡേറ്റോ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൺ ആണ് ഉപയോഗിക്കുക. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ ഗാന്ധിജിയുടെ കേസിന് എടുക്കാം നമുക്ക്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഗാന്ധിജി വാസ് ബോൺ ഇൻ 1869 എന്ന് പറഞ്ഞു. 1869 നമ്മുടെ ഗാന്ധി ജനിച്ചു. അവിടെ നമ്മൾ എക്സാക്ട് ഇയർ ആയതുകൊണ്ട് ഇന്ന് കൊടുത്തു. ഇനി ഓൺ എന്ന് പറയുന്ന കേസ് എപ്പോഴാണെന്നറിയോ? ഇപ്പോ നമ്മുടെ ഗാന്ധിജി വാസ് ബോൺ ഓൺ 2nd October. ഏതാ? 2nd October 1869. എന്താ ഇവിടെ പറഞ്ഞേക്കുന്നത്? ഗാന്ധിജി വാസ് ബോൺ ഓൺ 2nd October 1869. അതായത് ഒക്ടോബർ മാസത്തിലെ 2-ാം തീയതി, 1869 ഒക്ടോബർ മാസത്തിലെ 2-ാം തീയതിയാണ് ആര്? ഗാന്ധിജി ജനിച്ചെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ സെക്കൻഡ് കണ്ടോ? ഒരു എക്സാക്ട് ഡേ കണ്ടോ? ഒരു ഡേറ്റ് കണ്ടോ? യെസ്, അതുകൊണ്ടാണ് ഇവിടെ ഓൺ എന്ന് വന്നേക്കുന്നത്. മനസ്സിലായോ? ഇതാണ് ഓൺ എന്ന് വന്നിരിക്കുന്നത്. അപ്പൊ ഇന്നിന്റെ കേസിലുള്ള ഒരു എക്സെപ്ഷണൽ കേസാണ് പറഞ്ഞത് ഓൺ വരുന്നത്. കൺഫ്യൂസ്ഡ് ആവരുത്. ഓൺ എന്ന് പറയുന്നത് എപ്പോഴാണ്? കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റോ അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡേയോ തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഉപയോഗിക്കുക? ഓൺ ആണ് ഉപയോഗിക്കുക. കറക്റ്റ് ആയിട്ട് ഒരു മാസമോ അല്ലെങ്കിൽ ഒരു ഇയറോ തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഉപയോഗിക്കുക? ഇന്നാണ് ഉപയോഗിക്കുക. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഇപ്പോ ഹി അറൈവ്ഡ് ഇൻ ഡിസംബർ എന്ന് പറഞ്ഞു അല്ലെ? ഈ എക്സാമ്പിൾ തന്നെ ഓൺ എങ്ങനെ വരും? ഹി അറൈവ്ഡ് ഓൺ, ഇനിന് പകരം നമ്മൾ മാറ്റാൻ പോവുകയാണെ ഓൺ സൺഡേ എടുക്കുമ്പോ. ഓക്കെ, ഹി അറൈവ്ഡ് ഓൺ സൺഡേ. ഞായറാഴ്ച അവൻ വന്നു എന്ന് പറയാം നമുക്ക്. അപ്പൊ നമ്മൾ എന്ത് ഉപയോഗിച്ചു? ഓൺ ഉപയോഗിച്ചു. ഡിസംബറിൽ അവൻ വന്നു എന്ന് പറയാൻ നമ്മൾ ഇന്ന് ഉപയോഗിച്ചു. അപ്പൊ ഇവിടുത്തെ കേസ് എന്ന് പറയുന്നത് കൺഫ്യൂസ്ഡ് ആവരുത്. മന്ത് പറയുമ്പോഴും അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇയർ പറയുമ്പോഴും നമുക്ക് ഇന്ന് ഉപയോഗിക്കാം. ഒരു സ്പെഷ്യൽ ഡേയോ അഥവാ ഒരു സ്പെഷ്യൽ ഡേറ്റോ തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഓൺ ഉപയോഗിക്കാം. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോടാ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ, നമുക്ക് എല്ലാം കൂടെ ഇതിൽ എഴുതി തരുന്നുണ്ടാണ് കേട്ടോ. ഇറേസ് ചെയ്യുന്നത് ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ഇന്നിന്റെ കേസാണേ. ഇനിയുണ്ടേ, നമുക്ക് വേഗം നോക്കാം കേട്ടോ. ഇന്നിന്റെ കുറച്ചും കൂടെ കേസ്. ഓക്കെ, ഇനി നമുക്ക് പറഞ്ഞു നമ്മൾ മന്തിന്റെ മുന്നിൽ അതുപോലെ തന്നെ ഇയറിന്റെ മുന്നിലൊക്കെ നമുക്ക് ഇന്ന് ഉപയോഗിക്കാം. കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റോ ഡേയോ തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഓൺ ഉപയോഗിക്കാം എന്ന് പറഞ്ഞു. ഇനി നമുക്ക് വേറെ പറയാൻ പോകുന്നതാണേ. നമ്മളിപ്പോ നമ്മുടെ ഒരു ബിൽഡിംഗ്, ഓക്കെ, ബിൽഡിങ്ങിന്റെ ഉള്ളിലാണെങ്കിൽ നമുക്ക് എന്താ പറയാ? ഇന്ന് ഉപയോഗിക്കാം. ഇപ്പൊ നമ്മളടുത്ത് ചോദിക്കുകയാണ് വേറെ ആരെയും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഐ ആം ഇൻ ദ ബാങ്ക് എന്ന് പറയാം നമുക്ക്, ഇല്ലേ? ഞാനിപ്പോ ബാങ്കിലാണെങ്കിൽ എന്ത് പറയാം? ഇൻ ദ ബാങ്ക്. നമ്മളൊരു ബിൽഡിങ്ങിന്റെ ഉള്ളിലാണെങ്കിൽ നമുക്ക് പറയാം എന്ത്? ഇൻ ദ ബാങ്ക് എന്ന് പറയാം, ഉള്ളിൽ എന്നുള്ള അർത്ഥത്തിൽ. ഓക്കെ, ഇത് കോമൺ ആയിട്ട് നമ്മൾ പറയാറില്ലേ? ഓക്കെ, അത് നിങ്ങൾക്ക് കിട്ടും. ഇനി എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ജോലിയുടെ കാര്യം പറയാം, ഒരു വർക്കിന്റെ കാര്യം പറയണേ. ഇപ്പൊ നമുക്കറിയാം ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ഇപ്പൊ ഒരു ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിൽ ചെയ്യുന്ന വർക്കുകൾ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഔട്ട്സൈഡ് ദ ബിൽഡിംഗ് ചെയ്യുന്ന വർക്കുകൾ ഉണ്ട്. ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം എന്തെന്ന്, ഉം, ഏം, നമ്മുടെ ബ്രദർ അല്ലേ? ബ്രദർ ഈസ് വർക്കിംഗ് ഇൻ എ ബാങ്ക് പറയാം. ഓക്കെ, എന്താ പറയുന്നത്? ബ്രദർ എന്ന് പറയുന്നത് വർക്ക് ചെയ്യുന്നത് എവിടെയാണ്? ഇൻ എ ബാങ്ക്, ബാങ്കിനകത്താണ്. അറ്റ് ദി സെയിം ടൈം എന്റെ ബ്രദർ എന്ന് പറയുന്നത് ഒരു റിയൽ എസ്റ്റേറ്റ് ആണ് ചെയ്യുന്നത് വിചാരിക്കുക. ഒരു എസ്റ്റേറ്റിലാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്താ ഉപയോഗിക്കാന്നറിയോ? ബ്രദർ ഈസ് വർക്കിംഗ് ഓൺ ആൻ എസ്റ്റേറ്റ്. ഓൺ വന്ന് കണ്ടോ? അപ്പൊ ഈ ഇന്നിന്റെ കൂടെ ഓൺ വരാറുണ്ട്. ഒരിക്കലും കൺഫ്യൂസ്ഡ് ആവരുത്. ഓക്കെ, ഒരിക്കലും കൺഫ്യൂസ്ഡ് ആവാതുള്ള രീതിയിലാണ് മിസ് പറയുന്നത് കേട്ടോ. അപ്പൊ എന്താ പറയുന്നത്? നമ്മുടെ ഒരു വർക്ക് എന്ന് പറയുന്നത് ഒരു കൺസ്ട്രക്ഷൻ, ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലാണെങ്കിൽ നമുക്ക് ഇന്ന് ഉപയോഗിക്കാം. അതേ സമയം തന്നെ ഒരു നമ്മൾ ഈ പറയുന്ന വർക്ക് എന്ന് പറയുന്നത് ഒരു ബിൽഡിങ്ങിനെ അല്ല റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഓൺ ഉപയോഗിക്കാം. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയാം, നമുക്കിപ്പോ എസ്റ്റേറ്റ് അല്ലെ? എസ്റ്റേറ്റിലൊക്കെ വർക്കുകൾ, അതുപോലെ തന്നെ ഫാമിലെ വർക്കുകൾ, അതുപോലെ നമുക്ക് എന്ത് പറയാം? ഇപ്പോ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ മൈ ബ്രദർ വർക്ക്സ് ഓൺ റെയിൽവേ. റെയിൽവേ ഇല്ലേ? റെയിൽവേ എന്ന് പറയുന്നത് എന്താണ്? ഒരു ബോഡി അല്ലേ?
അല്ലേ? നമുക്കൊരു പൊതുമേഖലാ സ്ഥാപനമല്ലേ റെയിൽവേ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്താ പറയാ? ഓൺ റെയിൽവേ. ഓക്കെ. ഓൺ റെയിൽവേ എന്നാ പറയാ. അതുപോലെ തന്നെ എന്താ പറയാ? ഓൺ ആൻ എസ്റ്റേറ്റ്. ഓക്കെ. ഒരു എസ്റ്റേറ്റിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാം. പിന്നെ അതുപോലെ തന്നെ എന്ത് പറയാം നമുക്ക്? ഓൺ ഫാം. നമ്മുടെ ഫാമിലാണെന്ന് നമുക്ക് പറയാം. ഓക്കെ. അതുപോലെ തന്നെ ഉള്ള കേസുകളാണ് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന ഓൺ എ പ്ലാന്റേഷൻ. ഓക്കെ. പ്ലാന്റേഷനിൽ നമ്മുടെ അഗ്രികൾച്ചർ പ്ലാന്റേഷനിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ഓൺ എ പ്ലാന്റേഷൻ എന്നാ പറയുന്നത്. അപ്പൊ ഈ പറയുന്ന നമ്മുടെ ഒരു കൺസ്ട്രക്ഷൻ വർക്കിൽ നമ്മൾ ഈ പറഞ്ഞ ബിൽഡിങ്ങിനെ അല്ല റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എല്ലായിടത്തും അവിടെ എന്ത് കൊടുക്കാം? ഓൺ കൊടുക്കാം കേട്ടോ. ഓക്കെ. അതാണ് ഇന്നിന്റെ കേസും ഓണിന്റെ കേസും തമ്മിൽ മാറിപ്പോകരുത്. ഇന്നെന്ന് പറയുമ്പോൾ ഒരു ബിൽഡിംഗ് ആണെങ്കിൽ നമുക്ക് ഇന്നെന്ന് പറയാം. അതർവൈസ് ആകുമ്പോൾ റെയിൽവേ, അതുപോലെ തന്നെ എസ്റ്റേറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ഫാമുകൾ, പ്ലാന്റേഷൻ, ഇതിന്റെ ഒക്കെ കൂടെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഓൺ ആണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പൊ അവിടെ നമ്മൾ ഓൺ ആണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. അപ്പൊ ഇന്നിന്റെ സെയിം കേസിൽ തന്നെ ഓണും വരുമ്പോൾ കൺഫ്യൂസ്ഡ് ആവാൻ പാടില്ല. ഓക്കെ. അപ്പൊ ആലോചിച്ചാൽ മതി. നമ്മൾ എപ്പോഴും ഉള്ളിൽ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഒന്നിന്റെ ഉള്ളിലാണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇന്ന് കൊടുക്കാം. ഓക്കെ. മറക്കാതിരിക്കാൻ വേണ്ടി. ഇനി നമ്മുടെ ഈ പറയുന്ന ഫാമുകൾ, എസ്റ്റേറ്റുകൾ, ഇവിടെയൊക്കെ നമുക്ക് എന്ത് കൊടുക്കാം? ഓണ് കൊടുക്കാം. ഓക്കെ. അതെന്ന് പറയുന്നത് ജോലി തന്നെയാണ്. പക്ഷെ എന്താണ്, നമ്മളൊരു പറയുന്ന ബിൽഡിങ്ങിലോ എവിടെയല്ല നമ്മൾ ചെയ്യുന്നത് അല്ലെ, പുറത്താണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? ഓണ് കൊടുക്കാം. അടുത്ത കേസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പറഞ്ഞ വാസസ്ഥലങ്ങളെ കുറിച്ചിട്ട്, നമ്മുടെ ഈ പറയുന്ന ജീവിക്കുന്ന വാസസ്ഥലങ്ങളെ കുറിച്ചിട്ട്. ഇപ്പൊ നമുക്കറിയാം എന്താണ്, ബേർഡ്സ് എവിടെയാണ് ലിവ് ചെയ്യുന്നത്? ബേർഡ്സ് ലിവ് ഇൻ നെസ്റ്റ് അല്ലെ. പക്ഷികൾ എവിടെയാണ് ലിവ് ചെയ്യുന്നത്? നെസ്റ്റിലാണ്. ഇന്ന് കണ്ടോ. അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാം? മങ്കി lives in ട്രീ അല്ലെ. മരത്തിലാണ് ആര് ജീവിക്കുന്നത്? മങ്കി അല്ലെ. ഇന്ന് കണ്ടോ. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയാ? ലയൺ lives in ഡെൻ അല്ലെ. നമ്മൾ ഈ പറയുന്ന ലയന്റെ വാസസ്ഥലത്തെയാണ് നമ്മൾ ഡെൻ എന്ന് പറയുന്നത്. അപ്പൊ ലയൺ lives in ഡെൻ, മങ്കി lives in ട്രീ, ബേർഡ്സ് live in നെസ്റ്റ്. അപ്പൊ നമ്മുടെ വാസസ്ഥലങ്ങളെ കുറിച്ച് പറയാനായിട്ട് നമ്മൾ എന്ത് കൊടുക്കും? ഇന്ന് ഉപയോഗിക്കും. ഓക്കെ. അതിന് നമ്മൾ എന്ത് കൊടുക്കാറുണ്ട്? ഇന്ന് ഉപയോഗിക്കാറുണ്ട് ട്ടാ. അതുപോലെ തന്നെ ലാസ്റ്റ് വൺ പറയാം, നമ്മുടെ ഷേപ്പുകളും അതുപോലെ തന്നെ എന്ത് പറയുന്നത്, ഈ പറയുന്ന കളേഴ്സ് പറയാനും. ഓക്കെ. നമ്മുടെ ഷേപ്സ് പറയാനും കളേഴ്സ് പറയാനും. എങ്ങനെ പറയാം നമുക്ക്? ഷീ ഈസ് ഇൻ എ യെല്ലോ സാരി അല്ലെ. പറയല്ലേ നമ്മള്? ഷീസ് ഇൻ എ യെല്ലോ സാരി. ഇന്ന് കണ്ടോ. യെസ്. കളർ പറയാനായിട്ട്. അപ്പൊ നമ്മുടെ കളേഴ്സിന്റെ കാര്യത്തിൽ നമ്മൾ ഇന്ന് ഉപയോഗിക്കും. അതേപോലെ തന്നെ നമ്മുടെ ഷേപ്സിന്റെ കാര്യത്തിൽ നമ്മൾ ഉപയോഗിക്കും. ഇപ്പൊ പറയാണ് നമ്മൾ ഷേപ്സ് എന്ന് പറയുമ്പോൾ ദ ചിൽഡ്രൻ, കുട്ടികളോട് എല്ലാവരും എന്താണ് നമ്മൾ സ്കൂളിൽ വരുമ്പോൾ റൗണ്ട് ആയിട്ട് നിൽക്കാൻ പറയണം അല്ലെ. ദ ചിൽഡ്രൻ സ്റ്റുഡ് ആണ് കേട്ടോ. ദ ചിൽഡ്രൻ സ്റ്റുഡ് ഇൻ എ സർക്കിൾ. എന്താ പറയുന്നത്? ദ ചിൽഡ്രൻ സ്റ്റുഡ് ഇൻ എ സർക്കിൾ. എന്ത് ചെയ്യുക? കുട്ടികളോട് പറയണ എന്ത്? ഒരു സർക്കിൾ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് പറയണം. അപ്പോൾ നമ്മൾ എന്ത് കൊടുത്തു? ഒരു ഷേപ്പ്. ഇതെന്ന് പറയുന്നതാണ് ഒരു ഷേപ്പ് അല്ലേ, ഒരു ആകൃതിയല്ലേ. യെസ്. അതിന് മുന്നിൽ നമ്മൾ എന്താ കൊടുക്കുന്നത്? ഇന്ന്. അപ്പൊ കളേഴ്സിന്റെ മുന്നിലും അതുപോലെ തന്നെ ഷേപ്സിന്റെ മുന്നിലും നമ്മൾ ഏത് പ്രിപ്പോസിഷൻ ആണ് യൂസ് ചെയ്യുന്നത്? ഇൻ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇൻ എന്ന് പറയുന്നത്. യെസ്. അപ്പൊ നമ്മൾ ഇവിടെ ക്വസ്റ്റ്യനിൽ നിന്ന് ഇങ്ങോട്ട് പോയത് കണക്ട് പോയതാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇൻട്രസ്റ്റ് എന്നായിരുന്നു അല്ലെ. ഇവിടെ പറഞ്ഞ ഷീ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ പ്ലേയിങ് ടെന്നീസ്. യെസ്. എന്താ പറയുന്നത്? അവള് ടെന്നീസ് പ്ലേ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അവൾക്ക് താല്പര്യം എന്തിലായിരുന്നു? ടെന്നീസ് കളിക്കുന്നതിലായിരുന്നു അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞു ഇൻട്രസ്റ്റ് എന്ന് പറയുന്നതും ബിലീഫ് എന്ന് പറയുന്നതിന്റെ ഒക്കെ മുന്നിൽ നമ്മൾ എന്താ കൊടുക്കുന്നത്? ഇന്നാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് വരുന്ന കേസുകൾ പറഞ്ഞു. എന്താണ് നമ്മൾ പറഞ്ഞത്? നമ്മുടെ അതിനുള്ളിൽ, ഇതിനുള്ളിൽ എന്നൊക്കെ പറയാനായിട്ട് ഇന്ന് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ലാർജ് സിറ്റീസിന്റെ മുന്നിൽ, പ്ലേസുകളുടെ മുന്നിൽ, സ്റ്റേറ്റുകളുടെ മുന്നിൽ ഒക്കെ, നമ്മൾ കൺട്രികളുടെ മുന്നിലൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഇന്ന് ഉപയോഗിക്കുന്നു പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു വാസസ്ഥലങ്ങളെ കുറിച്ചിട്ട് ഷേപ്സുകൾ, അതുപോലെ കളേഴ്സുകൾ, അതുപോലെ തന്നെ നമ്മൾ ഒരു ജോലി ചെയ്യുന്ന ഒരു വർക്ക് ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ബിൽഡിംഗ് ആണെങ്കിൽ ഇന്ന്, ഔട്ട്സൈഡ് ആണെങ്കിൽ ഓണ്, അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു ഇയറോ മന്തോ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന്, ഡേറ്റോ ഡേയോ തന്നു കഴിഞ്ഞാൽ നമ്മൾ ഏതാണ്? ഓൺ. ഓക്കെ ആണോ? ഇത്രയാണ് ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇന്ന് എവിടെ വരുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞത്. ഓക്കെ ആണോ? ഓക്കെ ആണോടാ? ഇതുവരെയാണ് നമ്മൾ ഇന്നിന്റെ കേസ് പറയുന്നത്. ഓക്കെ ആണോ? അപ്പൊ ഇന്ന് എവിടെയൊക്കെ കിട്ടുന്നതാണ് നമ്മൾ പറയട്ടെ. അപ്പൊ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എവിടെയാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന കീവേഡ് നമുക്ക് ഉള്ളതുകൊണ്ട് നമ്മൾ വേറെ ഒന്നിലേക്കും നമ്മൾ എന്ത് പോകണ്ട? തിരിഞ്ഞു പോകണ്ട. ഓക്കെ. ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു കീവേഡ് അവിടെ ഉണ്ടല്ലോ. ഓക്കെ. അപ്പൊ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കീവേഡ് ഉണ്ടോ, എന്തെങ്കിലും കണക്ട് ചെയ്തിട്ട് ഒരു ഹിന്റ് ഉണ്ടോ, അതാണ് ആദ്യം നോക്കേണ്ടത് കേട്ടോ. ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ ഹിന്റ് കിട്ടിയത് ഏതാണ്? ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ഹിന്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇൻട്രസ്റ്റ് തന്നുകൊണ്ട് നമുക്ക് വേഗം പ്രിപ്പോസിഷൻ ഒന്നും ആലോചിക്കേണ്ട, നമുക്ക് എന്ന് പറയുന്നതിലേക്ക് പോകാം. ഓക്കെ. ശരി. ഇന്ന്. അപ്പൊ ഇന്ന് കഴിഞ്ഞു നമ്മുടെ. ഇനി അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫോർ ഉണ്ട്. ഫോർ ഇല്ലേ? ഫോർ. അപ്പൊ നമുക്ക് ഈ ഫോറും ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് നോക്കിയാലോ. അപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇനി വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് വേഗം സിമ്പിൾ ആവും. ഓക്കെ. അപ്പൊ നമുക്ക് ഫോർ പറഞ്ഞു നോക്കാം. ഫോർ. ഫോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഫോർ എന്ന് പറയുന്ന പ്രിപ്പോസിഷനിലെ വേണ്ടി എന്ന് കാണിക്കാൻ അല്ലെ, നിനക്ക് വേണ്ടി.
ഇറ്റ്സ് ഫോർ യു, ഇറ്റ്സ് ഓൺലി ഫോർ യു അല്ലെ, പറയാറില്ലേ ഓരോരുത്തർ സ്നേഹം കൂടുമ്പോഴൊക്കെ അല്ലെ, ദിസ് ഇസ് ഫോർ യു അല്ലെ. വേണ്ടി എന്ന് കാണിക്കാനായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഈ ഫോർ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കാം വേണ്ടി എന്ന് പറയാനായിട്ട്. ഓക്കെ, ടു ഷോ ഹു ഈസ് ഇന്റൻറ്റഡ് ടു ഹാവ് എന്ന് പറയാം. അതായത് നമുക്ക് വേണ്ടി, നിനക്ക് വേണ്ടി, ദിസ് ഇസ് ഓൺലി ഫോർ യു അല്ലെ, എന്റെ സ്നേഹം നിനക്ക് വേണ്ടി മാത്രമുള്ളതാണ് അല്ലെ. അപ്പൊ നമുക്ക് അങ്ങനെ ഫോർ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഫോർ വരുന്ന കുറച്ച് കേസുകളുണ്ട്. ഏതൊക്കെയെന്നറിയോ, സ്യൂട്ടബിൾ, വേഗം പറഞ്ഞു പോകാട്ടോ, സ്യൂട്ടബിൾ. അതുപോലെ തന്നെ അംബീഷൻ, നമ്മുടെ ആഗ്രഹം അല്ലെ, അംബീഷന്റെ കൂടെ. അതുപോലെ തന്നെ നെസസറി, ഓക്കെ, നെസസറി. അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റി, ഓപ്പർച്യൂണിറ്റി അല്ലെ, നമുക്ക് പറയാം അല്ലെ, ദിസ് ഇസ് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഫോർ ക്രാക്കിംഗ് യുവർ എക്സാം, അങ്ങനെ പറയാറില്ലേ ഫോർ, കണ്ടില്ലേ, ദിസ് ഇസ് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഫോർ ക്രാക്കിംഗ് യുവർ എക്സാം. അപ്പൊ നമ്മുടെ ഫോർ ഓപ്പർച്യൂണിറ്റി അല്ലെ, അപ്പൊ ഓപ്പർച്യൂണിറ്റിയുടെ കൂടെ ഫോർ. അതുപോലെ തന്നെ നമ്മുടെ സെർച്ച്, ഓക്കെ, സെർച്ചിന്റെ കൂടെ. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയാ, പ്രയർ, പ്രയറിന്റെ കൂടെ. അതുപോലെ തന്നെ നമുക്ക് പ്രിപ്പയർ അല്ലെ, ദിസ് നോട്ട്സ് പ്രിപ്പയർ ഫോർ എന്താണ്, സ്റ്റഡി ഇംഗ്ലീഷ് അല്ലെ, അങ്ങനെ നമുക്ക് പറയാം. അതുപോലെ തന്നെ എക്സ്ക്യൂസിന്റെ കൂടെ. പിന്നെ നമുക്ക് പറയാം ഹോപ്പ്, ഐ ഹോപ്പ് ഫോർ ദി ബെസ്റ്റ് അല്ലെ, ഐ ഹോപ്പ് ഫോർ ദി ബെസ്റ്റ് എന്നല്ലേ നമ്മൾ പറയാറ്, അപ്പൊ ഹോപ്പിന്റെ കൂടെ. അതുപോലെ തന്നെ അഫെക്ഷൻ, അഫെക്ഷൻ, ഇതിന്റെ ഒക്കെ കൂടെ എന്താണെന്ന് അറിയൂടാ, ഫോർ, ഫോർ കേട്ടോ, വർക്ക് ചെയ്തേ, ഇതിന്റെ ഒക്കെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഫോർ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ. ഫോർ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ആണ്. അപ്പൊ ഫോർ എന്ന് പറയുമ്പോൾ കോമൺലി വേണ്ടി എന്ന് കാണിക്കാനാണ്. അതുപോലെ തന്നെ എന്ത് പറയുക, നമുക്ക് സ്യൂട്ടബിൾ, അംബിഷൻ, നെസസറി, ഓപ്പർച്യൂണിറ്റി, സെർച്ച്, പ്രയർ, പ്രിപ്പയർ, എക്സ്ക്യൂസ്, ഹോപ്പ്, അഫെക്ഷൻ. ഓക്കെ, ഇതിന്റെ ഒക്കെ കൂടെ നമ്മൾ ഏതാ ഉപയോഗിക്കുന്നത്, ഫോർ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ട് എപ്പോഴും ഫോർ പറയാറുള്ള ഒരു കേസ് ഉണ്ട്. അറിയാം നിങ്ങൾക്ക്, സിൻസും ഫോറും. ഓക്കെ, സിൻസ് ഫോറും എപ്പോഴും വരാറുള്ളതാണ്, സിൻസ് ഫോറും. മിസ് ഇപ്പൊ വേഗം പറയാം കേട്ടോ. അപ്പൊ നമ്മുടെ സിൻസ് ഫോർ എന്ന് പറയുന്നത്, ഈ പറയുന്ന ഫോർ എന്ന് പറയുന്നത് ഒരു ഒരു പീരീഡ് ഓഫ് ടൈം പറയുമ്പോൾ, പീരീഡ് ഓഫ് ടൈം ആണ് പറയുന്നതെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഫോർ. എന്താടാ, പീരീഡ് ഓഫ് ടൈം ആകുമ്പോൾ ഫോറും, പോയിന്റ് ഓഫ് ടൈം ആണെങ്കിൽ സിൻസും ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, പീരീഡ് ഓഫ് ടൈം ആണെങ്കിൽ ഫോറും, പോയിന്റ് ഓഫ് ടൈം ആണെങ്കിൽ സിൻസും ആണ്. ഈ പീരീഡ് ഓഫ് ടൈം എന്ന് പറയുന്നത് എന്താണ്, ഒരു എക്സാമ്പിൾ എപ്പോഴും വരാറുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പറയാം. They have been living here for 10 years. എന്താ പറയുന്നത്, ദ ഹാവ് ബീൻ ലിവിങ് ഹിയർ ഫോർ, കണ്ടോ നിങ്ങൾ, ഫോർ 10 years. എന്താ പറയുന്നത്, അവർ 10 വർഷമായിട്ട് ഇവിടെ തന്നെയാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ദ ഹാവ് ബീൻ ലിവിങ് ഹിയർ ഫോർ 10 years, അവർ 10 വർഷമായിട്ട് ഇവിടെ തന്നെയാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ കണ്ടോ 10 years എന്നുള്ളത് കണ്ടോ നിങ്ങൾ, ഇവിടെ എന്ന് പറയുന്നത് എന്താണ്, ഒരു പീരീഡ് ഓഫ് ടൈം ആണ് അല്ലെ, ഒരു പെർട്ടിക്കുലർ പീരീഡ് ആണ് കാണിക്കുന്നത്. ഒരു 10 വർഷമായി എന്ന് പറയുന്നത് എന്താണ്, ഒരു പീരീഡ് ഓഫ് ടൈം ആണ്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് പറയുന്നത്, ഫോർ വന്നിരിക്കുന്നത്. ഈ സെയിം ക്വസ്റ്റ്യനിൽ തന്നെ സിൻസ് എങ്ങനെയാവും എന്ന് അറിയോ, സിൻസ് എങ്ങനെയാവും എന്ന് അറിയോ, സെയിം ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് മാറ്റാം. ദേ ഹാവ് ബീൻ ലിവിങ് ഹിയർ സിൻസ്, ഒരു മിനിറ്റ്, നമുക്ക് സെയിം തന്നെ മാറ്റാം. ദേ ഹാവ് ബീൻ ലിവിങ് ഹിയർ ഹിയർ സിൻസ് 2010. ഓക്കെ, വ്യത്യാസം മനസ്സിലായോ? ശരി, ഇവിടെ എന്ന് പറയുന്നത് സിൻസ് വന്നത് നിങ്ങൾ കണ്ടോ, സിൻസ് വന്നത് കണ്ടോ, എന്തുകൊണ്ടാണ്, ഒരു പോയിന്റ് ഓഫ് ടൈം ആണ് പറഞ്ഞിരിക്കുന്നത്, ഒരു കൃത്യമായിട്ടുള്ള ഒരു പോയിന്റ് അല്ലെ, ഒരു ഡിറ്റർമൈൻ ചെയ്തിട്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 2010 മുതൽ അവർ ഇവിടെ താമസിക്കുന്നുണ്ട്. അപ്പൊ എന്താണ്, നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു പോയിന്റ് ഓഫ് ടൈം തന്നുകൊണ്ട് സിൻസും, ഒരു പ്രത്യേക ഒരു പെർട്ടിക്കുലർ പീരീഡ് മാത്രമാണ് തന്നെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം, ഫോറും കൊടുക്കാം. നമുക്കറിയില്ല, ദ ഹാവ് ബീൻ ലിവിങ് ഹിയർ ഫോർ 10 years, ഒരു 10 വർഷക്കാലമായിട്ട് ഇവിടെ ഉണ്ട് അല്ലേ, പുതിയ നെയ്ബേഴ്സ് നമ്മൾ പറയുന്നത് ഒരു 10 വർഷക്കാലമായിട്ട് ഇവിടെ ഉണ്ട്, ഒരു പീരീഡ് ഓഫ് ടൈം ആണ്. പക്ഷെ ഇവിടെ നമ്മൾ പറയുന്നത് എന്താ, 2010 മുതലേ അവർ ഇവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ എന്താണ്, ജസ്റ്റ് ഒരു പോയിന്റ് ഓഫ് ടൈം ആണ്. അപ്പൊ നമ്മൾ സിൻസ്, അപ്പൊ സിൻസ് ഫോറും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോവോ? ഓക്കെ, പീരീഡ് ഓഫ് ടൈം പറയുമ്പോൾ ഫോറും, പോയിന്റ് ഓഫ് ടൈം പറയുമ്പോൾ നമുക്ക് സിൻസും ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ ആണോ? അതാണ് ഫോറിന്റെ ഒരു കേസ് എന്ന് പറയുന്നത്. അപ്പൊ ഫോർ എന്ന് പറയുന്നത് നമ്മൾ സെർച്ചിന്റെ കൂടെ, പ്രയറിന്റെ കൂടെ, പ്രിപ്പയറിന്റെ കൂടെ, ഹോപ്പിന്റെ കൂടെ, എക്സ്ക്യൂസിന്റെ കൂടെ, അഫെക്ഷന്റെ കൂടെ, ഓപ്പർച്യൂണിറ്റിയുടെ കൂടെ, ഇതിന്റെ ഒക്കെ കൂടെ ഫോർ വരും. വേണ്ടി എന്ന് കാണിക്കാനായിട്ട് ഫോർ വരും. ഓക്കെ, ഒരു ആക്ഷൻ കാണിക്കാനായിട്ട് ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക് അല്ലെ, നടക്കാൻ വേണ്ടി നമുക്ക് പോവാം. ഓക്കെ, ലെറ്റ്സ് ഗോ ഫോർ ഡ്രിങ്കിങ് കോഫി അല്ലെ, നമുക്കൊരു കോഫി കുടിക്കാനായിട്ട് പോകാം. അപ്പൊ അങ്ങനെ വേണ്ടി എന്ന് കാണിക്കാനായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും, ഫോർ ഉപയോഗിക്കാൻ പറ്റും. ഈ പറയുന്ന കേസുകളുടെ ഒക്കെ കൂടെ ഫോർ ഉപയോഗിക്കാൻ പറ്റും. ഒരു പീരീഡ് ഓഫ് ടൈം കാണിക്കാൻ ഫോർ ഉപയോഗിക്കാം. ഒരു പോയിന്റ് ഓഫ് ടൈം ആണെങ്കിൽ നമുക്ക് സിൻസ് ഉപയോഗിക്കാം. ഓക്കെ ആണോ? ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഫോറിന്റെ കേസ്? അപ്പൊ നമ്മൾ ഇന്ന് നോക്കി, ജസ്റ്റ് ഫോർ നോക്കി. ഓക്കെ, ഫോർ വരുന്ന കേസ് നോക്കി. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ രജനി, അഖില, ഓക്കെ.
ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അറ്റ് നോക്കാം. ഓക്കെ. അറ്റ് നോക്കിയാലോ? അറ്റ്. അറ്റ് എന്ന് പറയുമ്പോ എപ്പോഴും എന്താണ്? കറക്റ്റ് സമയത്തിന്റെ മുന്നിൽ നമ്മൾ അറ്റ് ഉപയോഗിക്കാറുണ്ട് അല്ലേ? അറ്റ് നമ്മൾ എവിടേക്ക് ഉപയോഗിക്കും? ശരി. അറ്റ് എന്ന് പറയുമ്പോൾ നേരത്തെ മിസ് പറഞ്ഞു ഇൻ എന്ന് പറയുന്നത് വലിയ ലാർജ് പ്ലേസിന്റെ മുന്നിലാണെങ്കിൽ അറ്റ് എന്ന് പറയുന്നത് അല്ലേ? ഷീ ഈസ് അറ്റ് പൊന്നാനി ഇൻ മലപ്പുറം അല്ലേ? ഓക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ അറ്റ് എന്ന് പറയുന്നത് സ്മോൾ പ്ലേസസിന്റെ കൂടെ ഓക്കെ. അറ്റ് എന്ന് പറയുമ്പോൾ സ്മോൾ പ്ലേസസിന്റെ കൂടെ, ഇൻ എന്ന് പറയുമ്പോൾ ലാർജ് പ്ലേസസിന്റെ കൂടെ. അപ്പൊ അറ്റ് എന്ന് പറയുന്ന ഒരു കേസാണ് ഏതെന്ന് പറയുന്നത് സ്മോൾ പ്ലേസസിന്റെ മുന്നിൽ നമുക്ക് അറ്റ് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ എന്ത് പറയാം, ഒരു പെർട്ടിക്കുലർ പ്ലേസോ അല്ലെങ്കിൽ ബിൽഡിങ്ങോ പറയാനായിട്ട്, അതായത് അറ്റ് ദി ബാങ്ക് അല്ലെങ്കിൽ ഷീ സ്റ്റാൻഡിങ് അറ്റ് ദി മാർക്കറ്റ്. ഓക്കെ, ഒരു പെർട്ടിക്കുലർ പ്ലേസ് പറയാനായിട്ട്, ഒരു പെർട്ടിക്കുലർ പ്ലേസ് പറയാനായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും? സ്മോൾ പ്ലേസസിന്റെ കൂടെ, പെർട്ടിക്കുലർ പ്ലേസിന്റെ കൂടെ. ഇപ്പൊ പെർട്ടിക്കുലർ പ്ലേസ് എന്ന് പറയുമ്പോൾ എന്താണ്? അറ്റ് ദി റെയിൽവേ സ്റ്റേഷൻ, അറ്റ് ദി മാർക്കറ്റ്. ഓക്കെ, അങ്ങനെ പറയല്ലേ നമ്മൾ? അറ്റ് ദി ബസ് സ്റ്റോപ്പ്, അറ്റ് ദി പോലീസ് സ്റ്റേഷൻ ഒക്കെ പറയാറില്ലേ? യെസ്, അങ്ങനെ പെർട്ടിക്കുലർ പ്ലേസിന്റെ കൂടെ പറയാനായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? അറ്റ് ഉപയോഗിക്കാറുണ്ട്. ഇനി അതുപോലെ തന്നെ എക്സാക്ട് ടൈമിന്റെ കൂടെ, എന്തിന്റെ കൂടെ? എക്സാക്ട് ടൈം. ഓക്കെ, എക്സാക്ട് ടൈമിന്റെ കൂടെയും നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? അറ്റ് ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ കറക്റ്റ് ആയിട്ട് പറയണമെങ്കിൽ എന്താണ്? ഹി അറൈവ്ഡ് അറ്റ് 6:30 PM. ഓക്കെ, അവൻ എപ്പോ വന്നു? അല്ലെ, അവൻ 6:30 തിരിച്ചെത്തിയത്. ഓക്കെ, അപ്പൊ കറക്റ്റ് ആയിട്ട് ഒരു എക്സാക്ട് ടൈം പറയുമ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? ഈ പറയുന്ന അറ്റ് ഉപയോഗിക്കാറുണ്ട്. നെക്സ്റ്റ് കേസുകൾ എന്താണ്? നമ്മൾ ഈ പറഞ്ഞ ഫെസ്റ്റിവൽസിന്റെ കൂടെ, ഇതിന്റെ കൂടെടാ, ഫെസ്റ്റിവൽസിന്റെ കൂടെ, ആഘോഷങ്ങളുടെ മുന്നിൽ നമ്മൾ അറ്റ് ഉപയോഗിക്കാറുണ്ട്. അറ്റ് ഓണം, ഓക്കെ, അറ്റ് ക്രിസ്മസ്, അറ്റ് പെരുന്നാൾ ഒക്കെ നമ്മൾ പറയാറില്ലേ? അതുപോലെ തന്നെ എന്താ പറയാ, അറ്റ് ഇൻഡിപെൻഡൻസ് ഡേ. നമ്മൾ എന്തൊക്കെ ആഘോഷങ്ങളാണ് നമുക്കുള്ളത്, അതിന്റെയൊക്കെ കൂടെ നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? അറ്റ് ഉപയോഗിക്കാറുണ്ട്. അറ്റ് ഫെസ്റ്റിവൽസിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇനി നമ്മൾ പറയുന്നത് സ്പീഡ്, അതുപോലെ തന്നെ റേറ്റ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്താ പറയാ, സ്പീഡിന്റെ മുന്നില്, അതുപോലെ തന്നെ റേറ്റിന്റെ മുന്നില്, എമൗണ്ടിന്റെ മുന്നില്. ഓക്കെ, എമൗണ്ടിന്റെ മുന്നില്, ഇതിന്റെ ഒക്കെ മുന്നിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും? അറ്റ് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അറ്റ് ദ സ്പീഡ് ഓഫ് 80 km/h എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ലേ? അല്ലെങ്കിൽ അറ്റ് ദ റേറ്റ് ഓഫ് 50 rupees. ഓക്കെ, ഒക്കെ നമ്മൾ എന്താണ്? പിന്നെ അതുപോലെ തന്നെ എമൗണ്ട് പറയുമ്പോൾ അറ്റ് 50 rupees, അറ്റ് 100 rupees, ഇതിന്റെ ഒക്കെ കൂടെ നമ്മൾ എന്ത് ഉപയോഗിക്കാറ്? അറ്റാണ് ഉപയോഗിക്കാറ്. അപ്പൊ അറ്റ് ഉപയോഗിക്കുന്ന കേസുകൾ ഏതൊക്കെയാ പറയുന്നത്? നമ്മൾ സ്മോൾ പ്ലേസസ് ആകുമ്പോൾ അറ്റ് ഉപയോഗിക്കുന്നു, ഒരു പെർട്ടിക്കുലർ പ്ലേസ് ആകുമ്പോൾ അറ്റ് ഉപയോഗിക്കുന്നു, അതുപോലെ തന്നെ എക്സാക്ട് ടൈം ഉപയോഗിക്കുമ്പോൾ നമ്മൾ അറ്റ് ഉപയോഗിക്കുന്നു, അതുപോലെ തന്നെ ഫെസ്റ്റിവൽസിന്റെ മുന്നിൽ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? അറ്റ് ഉപയോഗിക്കുന്നു. സ്പീഡ് പറയുമ്പോൾ, അതുപോലെ തന്നെ റേറ്റ് പറയുമ്പോൾ, എമൗണ്ട് പറയുമ്പോൾ ഒക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? അറ്റ് ഉപയോഗിക്കുന്നു. ഓക്കെ ആണോ? ഓക്കെ ആണോ? അതുപോലെ തന്നെ നമുക്ക് സർപ്രൈസസ് പറയുമ്പോൾ നമ്മൾ അറ്റ് ഉപയോഗിക്കുന്നു കേട്ടോ. സർപ്രൈസസ് പറയുമ്പോൾ പറയുകയാണെങ്കിൽ വണ്ടേർഡ് അറ്റ്. ഓക്കെ, ഐ വണ്ടേർഡ് അറ്റ് ഹിം എന്നൊക്കെ പറയാറില്ലേ? ഞാൻ അവനില് വണ്ടറായി. ഓക്കെ, വണ്ടേർഡ് അറ്റ്. അതുപോലെ തന്നെ സർപ്രൈസസുകൾ എക്സ്ക്ലൈംഡ് അറ്റ്. എന്താ? എക്സ്ക്ലൈംഡ് അറ്റ്. ഓക്കെ, എക്സ്ക്ലൈംഡ് അറ്റ്, വണ്ടേർഡ് അറ്റ്, എക്സ്ക്ലൈംഡ് അറ്റ്. അങ്ങനെ സർപ്രൈസസ് ഒക്കെ പറയാനായിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? അറ്റ് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ ആണോ? അതുപോലെ തന്നെ സ്കൂളുകള്, യൂണിവേഴ്സിറ്റികള്. ഓക്കെ, സ്കൂളുകള്, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികളുടെ, ഐ സ്റ്റഡീഡ് അറ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. അങ്ങനെ പറയാം നമുക്ക് അല്ലെ? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ പഠിച്ചത്. ഓക്കെ, അപ്പൊ എന്ത് പറയാം? നമുക്ക് സ്കൂളുകളുടെ മുന്നിൽ, യൂണിവേഴ്സിറ്റികളുടെ മുന്നിൽ അറ്റ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ ഫെസ്റ്റിവൽസിന്റെ മുന്നിൽ ഉപയോഗിക്കാം. വണ്ടേർഡ്, എക്സ്ക്ലൈംഡ് എന്ന് പറയുന്ന നമ്മൾ ഈ പറയുന്ന സർപ്രൈസസുകളുടെ മുന്നിൽ നമുക്ക് അറ്റ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഏജിന്റെ മുന്നിൽ അല്ലെ? ഷീസ് അറ്റ് 30 അങ്ങനെയൊക്കെ പറയാറില്ലേ? ഏജിന്റെ മുന്നിൽ നമുക്ക് എന്ത് പറയാം? അറ്റ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഡയറക്ഷൻ പറയാനായിട്ട്, ഇപ്പൊ നമ്മളൊരു കാര്യത്തിനെ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് പറയാനായിട്ട് നമുക്ക് അറ്റ് ഉപയോഗിക്കാം. അല്ലെ? ലുക്ക് അറ്റ് മീ എന്ന് പറയാറില്ലേ? പോയിന്റ് ഔട്ട് ചെയ്തിട്ട്, അതായത് എന്നെ നിങ്ങൾ നോക്കൂ. ഓക്കെ, ലുക്ക് അറ്റ് മീ എന്ന് പറയാറില്ലേ? ലുക്ക് അറ്റ് മീ, അല്ലെങ്കിൽ ലുക്ക് അറ്റ് ദ പിക്ചർ. ഓക്കെ, ആ പിക്ചറിലേക്ക് നോക്കൂ എന്ന് പറയാറില്ലേ? അപ്പൊ പോയിന്റ് ഔട്ട് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? അറ്റ് ഉപയോഗിക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഒരു കഴിവിനെ കാണിക്കാനായിട്ട്, ഓക്കെ, ഒരു എബിലിറ്റിയെ കാണിക്കാനായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? അറ്റ് ഉപയോഗിക്കാം. ഷീ ഈസ് ഗുഡ് അറ്റ് കുക്കിംഗ്. ഓക്കെ, അങ്ങനെ പറഞ്ഞൂടെ നമുക്ക്? ഓക്കെ, ഷീ ഈസ് ഗുഡ് അറ്റ് കുക്കിംഗ്. എന്താണ്? അവള് ഭയങ്കര കുക്കിംഗിൽ ഭയങ്കര എക്സ്പേർട്ട് ആണ്. അപ്പൊ നമ്മളൊരു എബിലിറ്റിയെ കാണിക്കാനായിട്ടും അറ്റ് ഉപയോഗിക്കാം. ഷീ ഈസ് ഗുഡ് അറ്റ് കുക്കിംഗ്, അല്ലെങ്കിൽ ഷീ ഈസ് ഗുഡ് അറ്റ് ഡാൻസിങ്. ഓക്കെ, അപ്പൊ ഒരാളുടെ എബിലിറ്റിയെ കാണിക്കാനായിട്ട് നമുക്ക് അറ്റ് ഉപയോഗിക്കാം. അപ്പൊ അറ്റിന്റെ കുറെ കേസുകൾ നമ്മൾ പറഞ്ഞു. സ്മോൾ പ്ലേസസ് ആകുമ്പോൾ, പെർട്ടിക്കുലർ പ്ലേസ് ആകുമ്പോൾ, എക്സാക്ട് ടൈം ആകുമ്പോൾ, അതുപോലെ തന്നെ ഫെസ്റ്റിവൽസിന്റെ മുന്നിൽ, സ്പീഡിന്റെ, റേറ്റിന്റെ, എമൗണ്ടിന്റെ മുന്നിൽ, അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന വണ്ടേർഡ്, എക്സ്ക്ലൈംഡ് എന്ന് പറയുന്ന സർപ്രൈസസുകളുടെ മുന്നിൽ, സ്കൂളുകളുടെ, യൂണിവേഴ്സിറ്റികളുടെ ഒക്കെ മുന്നിൽ. ഓക്കെ, പിന്നെ ഒരു കറക്റ്റ് പോയിന്റ് ഓഫ് ടൈം, ഒരു പോയിന്റ് കാണിക്കാനായിട്ട് നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്യാം. എന്നെ നോക്കൂ, അല്ലെങ്കിൽ ആ ചിത്രത്തിലേക്ക് നോക്കൂ, അങ്ങോട്ട് നോക്കൂ, ലുക്ക് അറ്റ് ദർ അല്ലെ? ആ ട്രീയിലേക്ക് നോക്കൂ, ലുക്ക് അറ്റ് ദാറ്റ് ട്രീ. ഓക്കെ, അപ്പൊ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോയിന്റ് ഔട്ട് ചെയ്യാനായിട്ട് നമുക്ക് അറ്റ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഒരാളുടെ എബിലിറ്റിയെ കാണിക്കാനായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? അറ്റ് ഉപയോഗിക്കാം. ഓക്കെ ആണോ? അറ്റിന്റെ കേസ് ഓക്കെ ആണോ? ഒന്ന് വേഗം പറഞ്ഞേ. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് അറ്റിന്റെ കേസ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ടു. ഈ പ്രിപ്പോസിഷൻ മാത്രം വേഗം പറയുന്നത്, അപ്പൊ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ വേഗം സിമ്പിൾ ആയിട്ട് പോകാനാണ് കേട്ടോ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് പറയുമ്പോൾ ഏകദേശം മനസ്സിലായി കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്താവും? പെട്ടെന്ന് നിങ്ങൾ ആൻസർ ചെയ്യും. ഓക്കെ ആണോ? മായ, അഖില, രജനി ഓക്കെ ആണോ? എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് ഉറങ്ങുന്നുണ്ടോ? ഉറങ്ങുന്നുണ്ടോ? ഇംഗ്ലീഷ് ആയതുകൊണ്ടാണോ? ഓക്കെ ആണോ നിങ്ങള്?
റെസ്പോണ്ട് ചെയ്യൂ. നിങ്ങളുടെ മെസ്സേജിലൂടെ മാത്രമാണ് ഞാൻ നിങ്ങളെന്നെ കാണാൻ ശ്രമിക്കുക കേട്ടോ. റെസ്പോണ്ട് ചെയ്യൂ. ഓക്കെ ആണോ? ഓക്കെ ആണോ മായ? ഓക്കെ. നെക്സ്റ്റ് പറയുന്നതാണ് ടു എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ. ഓക്കെ, ടു എന്ന് കാണിക്കാനായിട്ട് കേട്ടാ. ടു എന്ന് പറയുന്നത് എന്താ നമ്മൾ കാണിക്കുന്നത്? ഒരു ഡയറക്ഷനെ കാണിക്കാനാണ് ടു എന്ന് പറയുന്നത്. ഹി റാൻ ടു സ്കൂൾ. അവൻ സ്കൂളിലേക്ക് ഓടി. കണ്ടോ? ഹി റാൻ ടു സ്കൂൾ. അവൻ സ്കൂളിലേക്ക് ഓടി. ടു കാണിക്കുന്നത് എപ്പോഴാണ്? നമ്മുടെ ഈ പറയുന്ന ഒരു ഡയറക്ഷൻ കാണിക്കാനാണ് നമ്മൾ ടു ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാം? നമ്മുടെ ഒരു പീരീഡ് ഓഫ് ടൈം എൻഡ് ചെയ്യുമ്പോൾ ഇപ്പൊ പറയുകയാണെങ്കിൽ വി വർക്ക് ഫ്രം നമ്മൾ വി വർക്ക് ഫ്രം മൺഡേ ടു സാറ്റർഡേ. മൺഡേ ടു സാറ്റർഡേ എന്താ പറയുന്നത്? നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മുടെ ജോലി എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് മൺഡേ ടു സാറ്റർഡേ. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ പറയുന്ന ഒരു പോയിന്റ് ഓഫ് ടൈം കാണിക്കാനും നമ്മൾ എന്ത് ഉപയോഗിക്കും? ഈ പറയുന്ന ടു ഉപയോഗിക്കും. ഓക്കെ ആണോ? ഒരു പീരീഡ് ഓഫ് ടൈം കാണിക്കാനായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും? ടു ഉപയോഗിക്കും. ഓക്കെ, നെക്സ്റ്റ് കേസ് പറയും നമ്മുടെ കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ. നമ്മുടെ ഈ പറയുന്ന കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും? ടു ഉപയോഗിക്കും. ടു എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ആണ് നമ്മുടെ കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ. ഇൻഫീരിയർ കേട്ടിട്ടില്ലേ? എപ്പോഴും കോമൺ ആയിട്ട് വരുന്നതാണ്. സുപ്പീരിയർ, പിന്നെ പ്രിഫർ, സീനിയർ, ജൂനിയർ, ഇൻജൂരിയർ. ഓക്കെ, ഇത്രയും പറയുന്ന കമ്പാരിറ്റീവ് ഡിഗ്രിയിലൊക്കെ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? ഈ പറയുന്ന ടു എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതിൽ തന്നെ എൽഡർ ടു ഒരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്. എൽഡർ ടു, എൽഡറിന് ശേഷം എന്താണെന്നറിയോ? ടു ആണ് കേട്ടോ. എൽഡറിന് ശേഷം ടു. അങ്ങനെയാണെങ്കിൽ ഓൾഡറിന് ശേഷം എന്താണെന്നറിയോ? ഓൾഡർ. ഓക്കെ, എൽഡറിന് ശേഷം ടു ആണെങ്കിൽ ഓൾഡറിന് ശേഷം എന്താണെന്നറിയോ? ദാൻ ആണ് കേട്ടോ. മറക്കരുത്, കൺഫ്യൂസ്ഡ് ആവരുത്. ഓൾഡറിന് ശേഷം ദാനും എൽഡറിന് ശേഷം ടു. നമ്മൾ ഒരുപാട് കമ്പാരിറ്റീവ് കേസുകളിലൊക്കെ നമ്മൾ ടു ആണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഇൻഫീരിയർ, സുപ്പീരിയർ, പ്രിഫർ, സീനിയർ, ജൂനിയർ, ഇൻജൂരിയർ എന്നൊക്കെ പറയുന്ന ഈ കേസുകൾക്കൊക്കെ ശേഷം നമ്മൾ ടു ഉപയോഗിക്കുന്നു. എൽഡറിന് ശേഷം ടു ഉപയോഗിക്കുന്നു. പക്ഷെ ഇൻ ദ കേസ് ഓഫ് ഓൾഡർ, ഓൾഡറിന്റെ ശേഷം നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? ദാൻ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഒരിക്കലും ടു കൊണ്ടുപോയി ചേർക്കരുത്. കൺഫ്യൂസ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് ഓപ്ഷനിൽ ഉണ്ടായിരിക്കും, പക്ഷെ നമ്മൾ അത് കൊടുക്കരുത്. എൽഡറിന് ശേഷം ടൂവും ഓൾഡറിന് ശേഷം എന്താണ്? ദാനും ആണ്. ഓക്കെ, ഇതാണ് ടുവിന്റെ കേസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ ടുവിന്റെ കേസ്? ഓക്കെ, ടുവിന്റെ കേസ് ഓക്കെ ആണോ? അപ്പൊ നമ്മൾ ടു എന്ന് പറയുന്ന പ്രിപ്പോസിഷനും യൂസ് ചെയ്തേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി നമ്മുടെ ഈ പറയുന്ന പ്രിപ്പോസിഷൻസ് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ എന്റെ കുട്ടികൾ പറഞ്ഞേ. ഓക്കെ, ഒന്ന് പറഞ്ഞേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഐ ആം സോറി ഡാഷ് ദ ഡിലേ ഇൻ റെസ്പോണ്ടിങ് ടു യുവർ ഇമെയിൽ. ഐ ആം സോറി ഡാഷ് ദ ഡിലേ ഇൻ റെസ്പോണ്ടിങ് ടു യുവർ ഇമെയിൽ. ഓക്കെ, എന്താ പറയുന്നേ? ഐ ആം സോറി അല്ലേ? ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനു വേണ്ടിയിട്ടാണ്? ഐ ആം സോറി ഡാഷ് ദ ഡിലേ ഇൻ റെസ്പോണ്ടിങ് ടു യുവർ ഇമെയിൽ. ഞാൻ നിന്റെ ഇമെയിലിന് റെസ്പോണ്ട് ചെയ്യാൻ വൈകിയതിൽ ക്ഷമ ചോദിക്കുന്നു. ഓക്കെ, അപ്പൊ എന്താണ് ഇവിടെ വരിക? നമ്മുടെ കേസ് എന്ന് പറയുന്നത് ഏതാണ്? ഏതാ വരിക? ഒന്ന് പറഞ്ഞു നിങ്ങള്. ഫോർ. ഓക്കെ ആണോ? ഫോർ എന്താണ്? വേണ്ടി. ഓക്കെ, ഐ ആം സോറി ഫോർ ദ ഡിലേ ഇൻ റെസ്പോണ്ടിങ് ടു യുവർ ഇമെയിൽ അല്ലെ? ഫോർ. യെസ് അഖില, ഫോർ എന്താ വരിക? ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. എന്തിനു വേണ്ടി? ഡിലേ ഇൻ റെസ്പോണ്ടിങ് ടു യുവർ ഇമെയിൽ. ഓക്കെ, വേണ്ടി എന്ന് പറയുന്ന റീസൺ പറയാനായിട്ട് മിസ് പറഞ്ഞില്ലേ ഫോർ ഉപയോഗിക്കാന്ന്. അപ്പൊ ഇവിടെ വരുന്ന കേസ് എന്ന് പറയുന്നത് ഫോർ ആണ് കേട്ടോ. ഇനി ഓക്കെ ആണോ? ഓക്കെ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോട്ടെ. അപ്പൊ ഫോർ സിമ്പിൾ ആയിട്ട് കിട്ടിയില്ലേ? യെസ് രാധിക, ഫോർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ആന്റോണിയം പറയാനാണ്. ആന്റോണിയം എന്ന് പറഞ്ഞാൽ എന്താടാ? വിപരീത പദം അല്ലെ? ഒരു ക്വസ്റ്റിന്റെ വിപരീതമാണ് നമ്മൾ പറയുന്നത് ആന്റോണിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആന്റോണിയം സിനോണിയം എന്ന് പറയുന്നത് നമുക്ക് ഓപ്ഷൻ തന്നത് വെച്ച് മാത്രം പഠിക്കാൻ പറ്റും. കാരണം ഏത് ക്വസ്റ്റിനാ ചോദിക്കാൻ നമുക്ക് ഒരു ഹോപ്പും. കാരണം അത്യാവശ്യം കൂടുതൽ എന്തുണ്ട്? ആന്റോണിയംസും സിനോണിയംസും ഉണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഫ്രൂഗൽ. എന്താണ് ഇതിന്റെ മീനിങ്? ഫ്രൂഗൽ. ഈ ഫ്രൂഗൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം പറയും? അപ്പൊ നമ്മൾ ആദ്യം തന്നിട്ടുള്ള ഈ പറയുന്ന വേർഡിന്റെ മീനിങ് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളതിനൊക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഫ്രൂഗൽ എന്ന് പറയുന്നെങ്കിൽ മിതവ്യയം. എന്താണ് പറയുന്നത്? മിതവ്യയം. ഓക്കെ, മിതവ്യയം. മിതവ്യയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മിതമായ ഒരു മോഡറേറ്റ് രീതിയിൽ അല്ലെ? ഒരു മിതമായ രീതിയിൽ സംസാരിക്കലായിക്കോട്ടെ, എടുക്കലായിക്കോട്ടെ, നമ്മൾ ചെയ്യുന്ന വർക്ക് ആയിക്കോട്ടെ, എന്തും ഒരു മിതമായ രീതിയിൽ അതിന് പറയുന്നതിനാണ് നമ്മൾ ഫ്രൂഗൽ എന്ന് പറയുന്നത്. മിതവ്യയം. അപ്പൊ ഇതിന്റെ ബാക്കിയുള്ള മീനിങ് ഒക്കെ നമുക്ക് നോക്കാം. അപ്പൊ ഫ്രൂഗലിന്റെ മീനിങ് കണ്ടെത്തി നമ്മൾ മിതവ്യയമാണെന്ന്. അങ്ങനെയാണെങ്കിൽ തൃപ്തി. തൃപ്തി എന്ന് പറഞ്ഞാലും മിതവ്യയം തന്നെയാണ് കേട്ടോ. മിതവ്യയം. ഓക്കെ, മിതവ്യയം തന്നെയാണ് തൃപ്തി എന്ന് പറയുന്നത്. അപ്പൊ നമ്മളോട് ചോദിച്ചാൽ ആന്റോണിയം ആണ്, ഇതിന്റെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ ഇതെന്ന് പറയുന്നത് സെയിം ആണ്. ഇനി എക്കണോമിക്കൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ. എക്കണോമിക്കൽ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ എക്കണോമിക്കൽ ആയിട്ടുള്ള നമ്മുടെ സാമ്പത്തികമായിട്ട് എന്ന് പറയുന്നതാണ് എക്കണോമിക്കൽ എന്ന് പറയുന്നത്. ഓക്കെ, എക്സ്ട്രാ വേജന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പേരിൽ തന്നെ ഉണ്ട് അല്ലെ? കുറച്ച് എക്സ്ട്രാ ആണ്. അതായത് കുറച്ച് കൂടുതലാണ് അല്ലെ? അതിര് കടന്ന എന്നുള്ള മീനിങ് ആണ് വരുന്നത് കേട്ടോ. കുറച്ച് അതിര് കടന്ന.
ഓക്കെ, കുറച്ച് എക്സ്ട്രാ വേജന്റ്. അപ്പൊ തന്നെ നമുക്കിവിടെ ആൻസർ കിട്ടി. ഫ്രൂഗളുടെ ഓപ്പോസിറ്റ് ആണ് ഏത്? എക്സ്ട്രാ വേജന്റ്. കാരണം എന്താണ്? ഫ്രൂഗൾ എന്ന് പറയുമ്പോൾ മിതമായത്, എക്സ്ട്രാ വേജന്റ് എന്ന് പറയുന്നത് അതിര് കടന്നത്. ഓക്കെ, അപ്പൊ മിതമായതിന്റെ ഓപ്പോസിറ്റ് ആണ് എന്ത്? എക്സ്ട്രാ വേജന്റ്. നമ്മളുടെ ചോദിച്ചാൽ ആന്റോണിം ആണ്, സിനോണിം അല്ല. സിനോണിം ആയിട്ട് വരാൻ നമുക്ക് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ് തൃപ്തി എന്നുള്ളത് കൊടുത്തിട്ടുള്ളത്. തൃപ്തി എന്ന് പറഞ്ഞാൽ മിതവ്യയമാണ്, ഫ്രൂഗളുടെ സെയിം മീനിങ് ആണ്. പക്ഷെ നമ്മളോട് ചോദിച്ചാൽ ആന്റോണിം ആണ്. അപ്പൊ നമ്മൾ കൊടുക്കേണ്ടത് ഏതാണ്? എക്സ്ട്രാ വേജന്റ് ആണ്, അതിര് കടന്നാണ്. സ്റ്റിങ്കി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? പിശുക്ക്. സ്റ്റിങ്കി എന്ന് പറഞ്ഞാൽ എന്താണ്? പിശുക്കാണ് കേട്ടോ. സ്റ്റിങ്കി എന്ന് പറയണമെങ്കിൽ എന്താണ്? പിശുക്കാണ്. അപ്പൊ നമുക്ക് ഫ്രൂഗൽ എന്ന് പറയുന്നത് മിതമായ രീതിയിലുള്ളത്, അതിന്റെ ആന്റോണിം ആണ് എക്സ്ട്രാ വേജന്റ്, അതിര് കടന്നത് എന്നുള്ള മീനിങ്. ഓക്കെ, ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. നെക്സ്റ്റ് പറയുന്നതും ആന്റോണിം തന്നെയാണ്, ഓപ്പോസിറ്റ്. അസറ്റിക് എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്? അസറ്റിക് എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മളോട് ചോദിച്ചത്. അപ്പൊ അസറ്റിക് എന്ന് പറഞ്ഞെങ്കിൽ എന്താണെന്നറിയോ? സന്യാസി. ഓക്കെ, നമ്മളെല്ലതും കൂടെ എന്ത് ചെയ്തത്? ഓക്കെ, എല്ലാം കൂടെ ഉപേക്ഷിച്ച ഒരു ജീവിതമല്ലേ സന്യാസി എന്ന് പറയുന്നത്. ഓക്കെ, സന്യാസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെല്ലതും നമ്മൾ ലീവ് ചെയ്തിട്ട് നമ്മൾ ജീവിക്കുന്നതിനാണ് സന്യാസി എന്ന് പറയുന്നത്. ആ ഒരു സന്യാസത്തെയാണ് പറയുന്നത്. ഓക്കെ, അസറ്റിക് എന്ന് പറയുന്നത്. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പൊ നമുക്ക് ഓരോന്നിന്റെ മീനിങ് നമുക്ക് നോക്കി നോക്കാം. ലക്ഷൂറിയസ് എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്? ആഡംബരം. ഓക്കെ, ആഡംബരമായിട്ട് ജീവിക്കുന്നത് അല്ലെ? ആഡംബരം, അതാണ് ലക്ഷറിയസ്. അബ്സ്റ്റിമിസ് എന്ന് പറയണെങ്കിൽ എന്തെന്നറിയോ? നിസ്സംഗനായ. ഓക്കെ, നിസ്സംഗത. ഓക്കെ, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, നിസ്സംഗത. ഓക്കെ, സ്പാർട്ടന് പ്രത്യേകിച്ച് മീനിങ് ഇല്ല. ഓക്കെ, ആസ്തറ്റിക് എന്ന് പറയണെങ്കിൽ എന്താണെന്നറിയോ? ഹീസ് ആൻ ആസ്തറ്റിക് ഗൈ എന്ന് പറയുമ്പോൾ എന്താണ്? സൗന്ദര്യത്തെ കുറിച്ച് പറയുന്നത് അല്ലെ? സൗന്ദര്യാത്മകം, സൗന്ദര്യാത്മകം. ഓക്കെ, കിട്ടിയോ? ഓക്കെ, അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് ഏതാ വരിക? ആസെപ്റ്റിക് എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ഏതാ വരിക? ലക്ഷൂറിയസ്. കാരണം എന്താ? ഇതെല്ലതും ഉപേക്ഷിച്ചിട്ട്, ഓക്കെ, ഇതെല്ലതും കൂടെ ഉപേക്ഷിച്ചുള്ള ജീവിതമാണ് സന്യാസം എന്ന് പറയുന്നത്. എല്ലാം കൂടെ ഒരു ആഡംബരമായ ജീവിതമല്ലേ ഇതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഈ പറയുന്ന ആന്റോണിം എന്ന് പറയുന്നത് എന്താണ്? ലക്ഷൂറിയസ് ആണ് അല്ലെ? നിസ്സംഗനായിട്ട് ജീവിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന സൗന്ദര്യാത്മകമായി ജീവിക്കുക എന്നുള്ളതൊന്നും ഇതിന്റെ എന്തല്ല മീനിങ് അല്ല അല്ലെ? അല്ല, ഇതിന്റെ ഓപ്പോസിറ്റ് അല്ല. ആഡംബരമായിട്ട് ജീവിക്കുക, ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ ജീവിക്കുക. അതിന്റെ ഓപ്പോസിറ്റ് ആണ് എന്ത്? ആഡംബരമുള്ള ജീവിതം നയിക്കുക. ഓക്കെ, അപ്പൊ അസറ്റിക് എന്ന് പറയുന്നതും അതുപോലെ തന്നെ അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഈ പറയുന്ന ലക്ഷൂറിയസ് എന്ന് പറയുന്നത്. ഓക്കെ, ആഡംബരമായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഇതിലെ രണ്ട് ആന്റോണിം ഓക്കെ ആണോ? നമുക്ക് കൂടുതൽ പോയിന്റ്സ് തരാൻ പറ്റില്ല, കാരണം ഏത് ആന്റോണിമോ നമുക്ക് ചോദിക്കാൻ അറിയില്ലല്ലോ. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഈ പറയുന്ന രണ്ട് ആന്റോണിമോ ഓക്കെ ആണോ? ഓക്കെ, റിപ്ലൈ തരൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. നമ്മുടെ ടെൻസിന്റെ ഭാഗത്ത് നിന്ന് വന്നുള്ളത് കേട്ടോ. ടെൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാടുണ്ട്, പക്ഷെ വൈഡ് ആയിട്ട് എടുത്താൽ വെറും ടെൻസിന്റെ ക്ലാസ് ആയിട്ട് മാത്രം മാറും. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് നമ്മൾക്ക് അവർ ഉദ്ദേശിച്ചത്, എന്താണ് നമ്മൾ ആൻസറിലോട്ട് എങ്ങനെ എത്താം എന്നുള്ളത് മാത്രം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ ടെൻസ് ആണ്. ചൂസ് ദി കറക്റ്റ് ടെൻസ് ഓഫ് ദ വേർബ് ഗിവൺ ഇൻ ബ്രാക്കറ്റ്സ്. ഓക്കെ, ഈ പറയുന്ന ബ്രാക്കറ്റ്സിനകത്ത് കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്. ഇത് കറക്റ്റ് ആയിട്ട് സ്യൂട്ട് ആവുന്ന ഈ പറയുന്ന ടെൻസിൽ മാച്ച് ആയിട്ടുള്ളത് നമ്മളോട് എടുത്ത് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഷീ ഹാസ് ഓൾവേസ് സ്ട്രൈവ് ആണ് കൊടുത്തേക്കുന്നത് അല്ലെ? ഫോർ എക്സലൻസ് ഇൻ ഹെർ വർക്ക്. എന്താ പറയുന്നത്? അവൾ സ്ഥിരമായിട്ട്, അവൾ എപ്പോഴും എന്താണ്? അവളുടെ വർക്ക് എന്ന് പറയുന്നത് എന്താണ്? നന്നായിരിക്കാനായിട്ട് അവൾ എപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? പരിശ്രമിക്കാറുണ്ട്. ഓക്കെ, അതപ്പോ സ്ട്രൈവ് എന്ന് പറയണമെങ്കിൽ എപ്പോഴും എന്താണ്? പരിശ്രമിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പൊ ഈ പറയുന്നത് എന്താണ്? അവൾ നന്നായിട്ട് അവളുടെ വർക്ക് എപ്പോഴും എക്സലന്റ് ആയിരിക്കാൻ, ഓക്കെ, അത് നല്ല എക്സലന്റ് ആയിരിക്കാൻ അവൾ എപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? പരിശ്രമിക്കാറുണ്ട് എന്ന്. അപ്പൊ ഇവിടുത്തെ ഒരു വേർഡ് നിങ്ങൾ കണ്ടോ? വേർഡ് കണ്ടോ നിങ്ങൾ? ഓക്കെ, ഹാസ് എന്ന് പറയുന്ന ഒരു ഹിന്റ് തന്നിട്ടുണ്ട്. കണ്ടോ? ഹാസ്, ഹാസ്, ഈ പറയുന്ന ഹാസ് ഓർ ഹാവ്, അതുപോലെ തന്നെ ഹാഡ്, ഇതിന്റെ ഒക്കെ ശേഷം എന്താ വരിക എന്നൊരു വെർബിന്റെ തേർഡ് ഫോം. ഓക്കെ, വെർബിന്റെ തേർഡ് ഫോം ആണ് വരിക. ഇപ്പൊ ക്ലൂ കണ്ടോ? ഹാസ്, ഹാവ്, ഹാഡിന് ശേഷം എന്താ വരിക? V3 ഫോം ആണ് വരിക. ഈ പറഞ്ഞ ഹാസും ഹാവും ഹാഡ് ഒക്കെ എന്താണ്? പെർഫെക്റ്റ് ടെൻസ് ആണ് കേട്ടോ. ഏതാണ്? പെർഫെക്റ്റ് ടെൻസ്. ഓക്കെ, അപ്പൊ ടെൻസിലോട്ടൊന്നും നമ്മൾ പോകുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ അറിഞ്ഞിരിക്കുക. ഹാസ്, ഹാവ്, ഹാഡ് എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ V3 ഫോം ആണ്. നമുക്കറിയാം ഒരു വെർബിന് 3 ഫോം ഉണ്ടായിരിക്കും. V1, V2, V3 എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അതിലെ ഈ പറയുന്ന ഹാസിനും ഹാവിനും ശേഷം നമ്മൾ V3, അതുപോലെ തന്നെ ഹാഡിന് എന്ന് പറയുന്നത് V3. ഈ ഹാസും ഹാവ് എന്ന് പറയുന്നത് പ്രസന്റ് ടെൻസിലാണ്. സിംഗുലർ ആയി ഉപയോഗിക്കും നമ്മൾ എന്താ പറയാ? ഹാസ് ഉപയോഗിക്കാം, പ്ലൂറൽ ആണെങ്കിൽ ഹാവ് ഉപയോഗിക്കാം. ഇവിടെ ഷീ എന്ന് പറയുന്നത് എന്താണ്? ഒരാളല്ലേ ഉള്ളൂ, അവളല്ലേ ഉള്ളൂ. അപ്പൊ ഷീ എന്ന് പറയുന്നത് എന്താണ്? ഒരാളാണ്, അതുകൊണ്ടാണ് ഹാസ് വന്നത്. ദേ ആണ് കൊടുത്തതെങ്കിൽ നമ്മൾ എന്ത് പറയാം? ഹാവ് കൊടുക്കണം. ഓക്കെ, ഒന്നിൽ കൂടുതൽ ആൾക്കാരുള്ളത്. അപ്പൊ ഷീ എന്ന് പറയുന്നത് സിംഗുലർ ആണ്, അപ്പൊ നമുക്ക് ഹാസ് കൊടുക്കാം. ഹാസ് ആണ് ഇവിടുത്തെ ഹിന്റ് എന്ന് പറയുന്നത്. ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ സ്ട്രൈവ് കൊടുത്തിട്ടുണ്ട്. സ്ട്രൈവിന്റെ 3 വേർബ്, 3 ടൈപ്പ് ഏതാണെന്നറിയോ? V1 സ്ട്രൈവ് തന്നെയാണ്. സെക്കൻഡ് V2 എന്താണെന്നറിയോ? സ്ട്രോവ്, സ്ട്രോവ്. മറ്റത് സ്ട്രീവൺ ഓർ സ്ട്രൈവൺ. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താണ്? സ്ട്രൈവൺ. ഓക്കെ, അപ്പൊ സ്ട്രൈവ്, സ്ട്രോവ്, സ്ട്രിവൺ ആണ് V1, V2, V3 എന്ന് പറയുന്നത് കേട്ടോ. സ്ട്രോവ്, ഓക്കെ, V2 ഫോം ആണ് ഇത്. സ്ട്രോവ്, ഇത് V3 ഫോം ആണ്. ഇത് ഇതിന്റെ വേർബിന്റെ ബേസ് ഫോം അഥവാ ബെയർ ഫോം അഥവാ നമ്മുടെ ഈ പറയുന്ന
ബേസിക് ഫോം ആണ് സ്ട്രൈവ് എന്ന് പറയുന്നത്. അപ്പൊ സ്ട്രൈവ്, സ്ട്രോവ്, സ്ട്രിവൺ ആണ്. ഹാസ് ആയതുകൊണ്ട് നമുക്ക് V3 ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ സ്ട്രിവൺ. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ദ വേവ്സ് ക്രാഷ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏത് ടെൻസ് ആണ് നമുക്ക് കറക്റ്റ് ആക്കണമെന്നാണ് പറയുന്നത് കേട്ടോ. ദ വേവ്സ് ഡാഷ് അഗൈൻസ്റ്റ് ദ ഷോർ റിലൻസ്ലി. അങ്ങനെ പറയണമെങ്കിൽ എന്താണ് പറയുന്നത്? ഇതിന്റെ മീനിങ് എന്താണ്? തിരമാലകള് എന്താ പറയാ നിർത്താതെ കരയിലേക്ക് ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കുന്നു. അതെന്ന് പറയുന്നത് ഒരു ജനറൽ ട്രൂത്ത് അല്ലേ? അല്ലേ? തിരമാലകൾ എപ്പോഴും എവിടേക്കാണ് അടിക്കുന്നത്? തിര നമ്മുടെ തിര തൊട്ടിട്ട് തന്നെയല്ലേ പോവാറ് എപ്പോഴും തിരമാല? അല്ലെ? അപ്പൊ ഇതെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഷോർ അല്ലെ? തീരം തൊട്ടിട്ട് തന്നെയല്ലേ നമ്മുടെ വേവ്സ് എപ്പോഴും അടിക്കാറ്? അപ്പൊ ഇതെന്ന് പറയുന്നത് ജനറൽ ട്രൂത്ത് ആണ്. നമുക്കറിയാം ജനറൽ ട്രൂത്ത് ഒക്കെ എപ്പോഴും പറയുമ്പോൾ നമ്മൾ പ്രസന്റ് ടെൻസിലാണ് ഉപയോഗിക്കുക. ഏത് ടെൻസിലാണ്? പ്രസന്റ് ടെൻസിൽ അല്ലെ? ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. അങ്ങനല്ലേ പറയാറ് നമ്മള്? ദ സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ്. സൂര്യൻ എപ്പോഴും കിഴക്കാണ് ഉദിക്കുക അല്ലെ? അപ്പൊ പ്രസന്റ് ടെൻസിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കേണ്ടത്? ഒരു ജനറൽ ട്രൂത്ത് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പൊ ദ വേവ്സ് ക്രാഷ്, ക്രാഷിന്റെ പ്രസന്റ് ടെൻസ് ഏത് തന്നെയാണ്? ക്രാഷ് തന്നെയാണ്. അപ്പൊ ഇവിടെ ക്രാഷസ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, ഈ പറഞ്ഞ ക്രാഷും ക്രാഷസും എടുക്കാം. ഈ പറഞ്ഞ വേവ്സ് എന്ന് പറയുന്നത് എന്താണ്? തിരമാല. ഇറ്റ്സ് സിംഗുലർ ഫോം ആണ്. അതുകൊണ്ട് നമുക്ക് വേവ്സ് എന്ന് പറയുമ്പോൾ തിരമാലകൾ. ഓക്കെ, തിരമാലകൾ കണ്ടോ? വേവ് അല്ല തന്നേക്കുന്നത്, വേവ്സ് ആണ്. തിരമാലകൾ എന്നാ തന്നേക്കുന്നത്. അപ്പൊ നമുക്കറിയാം എന്താണ്? തിരമാലകൾ എന്ന് കൊടുത്തുള്ളത് നമ്മുടെ വേർബ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് എന്താടാ? ക്രാഷ്. ഓക്കെ, എന്തുകൊണ്ടാണ് ക്രാഷ് വരാത്തത്? ക്രാഷസ് എന്നുള്ളത് വരാത്തത്? ഇവിടെ വേവ് എന്ന് തരണമായിരുന്നു. വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്രാഷസ് ആക്കായിരുന്നു. പക്ഷെ ഇവിടെ തിരമാലകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്ലൂറൽ നൗൺ ആണ് കൊടുത്തേക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കണം? ഈ പറഞ്ഞ സിംഗുലർ സബ്ജക്ട് പ്ലൂറൽ സബ്ജക്ട് ആയിട്ട് നമുക്ക് കൊടുക്കണം. ഓക്കെ ആണോ? വേവ്സ് തന്നുകൊണ്ട് നമുക്ക് ക്രാഷ് കൊടുക്കാം. വേവ് തരികയാണെങ്കിൽ നമുക്ക് ക്രാഷസ് കൊടുക്കാം. ഓക്കെ ആണോ? ഓക്കെ ആണോ? വേവ്സ് തിരമാലകൾ എന്നാ തന്നേക്കുന്നത്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ എ ആണ് ആൻസർ. ക്രാഷ് ആണ് ആൻസർ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.